നിങ്ങൾ ഇസ്ലാമിൽ അല്ലെങ്കിൽ സിൽമിൽ പിന്നെ പൂർണ്ണമായും പ്രവേശിക്കുക എന്ന് അഭിസംബോധന ചെയ്യപ്പെട്ട ആൾക്കാരെ സംബന്ധിച്ചുള്ള വ്യാഖ്യാനം. ബഹുവ അനഹ ഹാദിയത്തുൻ. ആ വ്യാഖ്യാനം ഇങ്ങനെയാണ്. ഈ പറഞ്ഞ നിർദ്ദേശം ഹാദിയത്തുൻ ഇലൽ ഇഅ്തിബാർ ബിസുന്നത്തില്ലാഹി തആല ഫിൽ ഉമമിൽ മാദിയ, കഴിഞ്ഞകാല സമൂഹങ്ങളിൽ ഉണ്ടായിട്ടുള്ള അള്ളാഹുവിന്റെ നടപടിക്രമം കണ്ട് നിങ്ങൾ പാഠം ഉൾക്കൊള്ളണം എന്നതിലേക്ക് മാർഗനിർദ്ദേശം നൽകുന്ന ഒരു വചനമാണത്. ഉദുഖുൽ ഫിസ്ലിമി കാഫ എന്നൊരു വ്യാഖ്യാനാണ്. എന്ന് വെച്ചാൽ കാന്നഹു യഖൂൽ, ഇങ്ങനെ പറയുന്നത് പോലെ, യാ അയ്യുഹൽ മുഅ്മിനൂന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയിൽ വിശ്വസിച്ചിട്ടുള്ള വിശ്വാസികളെ, അലൈക്കും ബിദ്ദുഖൂൽ ഫിസ്സിൽമി വൽ ഇത്തിഫാഖ്, നിങ്ങൾ സിൽമിലും ഇത്തിഫാഖിലും കടന്നു വരണം. സിൽമ എന്ന് പറയുമ്പോൾ സമാധാനമാണ്, ഇത്തിഫാഖ് എന്ന് പറയുമ്പോൾ യോജിപ്പാണ്. അപ്പൊ സമാധാനത്തിന്റെ യോജിപ്പിന്റെയും മാർഗത്തിലേക്ക് നിങ്ങൾ കടന്നെത്തണം. വൽ ഇത്തിസാം ബിൽ ഇസ്ലാം ഫി ജുംലത്തി, ഇസ്ലാമിനെ മൊത്തമായും തന്നെ മുറുകെ പിടിക്കാനും നിങ്ങൾ തയ്യാറായി മുന്നോട്ട് വരണം. ലാ തുഫർരിഖൂഹു, അതിനെ ഛിദ്രിപ്പിക്കരുത്, ഭിന്നിപ്പിക്കരുത്. വലാ തതഫറഖു ഫിഹി വതകൂനു ശിയ്യാൻ, മാത്രമല്ല അതിൽ ഭിന്നിച്ച് നിങ്ങൾ വ്യത്യസ്ത കക്ഷികളായി പോവുകയും ചെയ്യരുത് എന്നാണ് വ്യാഖ്യാനം. എന്താണ് കൈ ലാ യുസീബക്കും മാ അസാബ ഉലൈക അല്ലദീന തഫറഖു വഖ്തലഫു മിൻ ബഅദി മാ ജാഅതുൽ ബയ്യിനാതു മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ള സമൂഹങ്ങൾക്ക് സുവ്യക്തമായ തെളിവുകളും ദർശനങ്ങളും വന്നു കിട്ടിയ ശേഷം ഭിന്നിച്ച് വേറിട്ട് പോയിട്ടുള്ള ആൾക്കാർക്ക് അനുഭവപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാതിരിക്കാനാണ് പറഞ്ഞത്. അവർ ഭിന്നിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള ഭൗതികവും ഇനി പാരത്രികവുമായിട്ടും അവരെ കാത്തിരിക്കുന്ന സംഗതികളുണ്ട്. ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകരുത് എന്നാണ് അവരെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മുഹമ്മദ് നബിയിൽ വിശ്വസിച്ച ആൾക്കാരോട് അഡ്രസ് ചെയ്ത് പറയുന്നത് എന്നാണ് ഈ വ്യാഖ്യാനം. ഹാവുലായി ബനു ഇസ്രായേൽ ബൈനൈദീക്കും, ഇതാ നിങ്ങളുടെ മുമ്പിൽ ബനു ഇസ്രായേലർ. ഹാലുഹും ലാ തഖ്ഫ അലൈക്കും, അവരുടെ കാര്യം നിങ്ങൾക്ക് അജ്ഞാതമല്ല, നിങ്ങൾക്ക് ഗോപ്യമല്ല. എന്താണ് ഫസലൂഹും ഹാലഹും, അതുകൊണ്ട് നിങ്ങൾ അവരോട് അവരുടെ ഹാലം പറ്റി ചോദിച്ചോളൂ. വസ്തൻതിഖു ആസാറഹും, ഇനി അവരോട് ബാക്കി വെച്ച ആസാറുകളോട് നിങ്ങൾ സംസാരിച്ചോളൂ. വഖറഉ താരിഖഹും, അവരുടെ ചരിത്രം വായിച്ച് പഠിച്ചോളൂ. തറവു അന്നഹും ഊതു നഹ്വൻ മിമ്മാ ഊതീതു മിനൽ ബയ്യിനാത്ത്, പരിശോധിച്ചാലും ലഭിച്ചതുപോലുള്ള ബയ്യിനാത്ത് അവർക്കും കിട്ടിയിരുന്നു. സുവ്യക്തമായ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾ കിട്ടിയതുപോലെ അവർക്ക് കിട്ടിയിരുന്നു. ഒമിറു കമാ ഉമിർത്തും, നിങ്ങളോട് കൽപ്പിച്ച പോലെ തന്നെ അവരോട് കൽപ്പിച്ചിരുന്നു. ബിൽ ഇത്തിഹാദ് വൽ ഇജ്തിമാഅ്, ഒന്നിച്ചു നിൽക്കണം, ഒരുമിച്ച് നിൽക്കണം എന്നുള്ള കാര്യം. എന്നാൽ ഫതഫറഖു ഇലാ മദാഹിബ വശിയ്യാവ്, അങ്ങനെയൊക്കെ നിർദ്ദേശം ഉണ്ടായിട്ടും അവർ വ്യത്യസ്ത മദ്ഹബുകളായി, കക്ഷികളായി ചിതറി പോയി. വസല്ലു അൻ സിറാത്തില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവര് വീണ് പിന്നെ സ്ലിപ്പ് ചെയ്ത് ഇടറിപ്പോയി. ഫതഫറഖത് ബിഹിമുസ് സുബുൽ, അതുകൊണ്ട് തന്നെ മാർഗങ്ങൾ അവരെ പലയിടത്തായി പിന്നെ ഛിദ്രിപ്പിച്ചു കളഞ്ഞു. ഫഅഖദഹുമുല്ലാഹ് ബിഇസ്സതി, അപ്പൊ അള്ളാഹു തന്റെ സർവപ്രതാപത്തോടും കൂടി അവരെ പിടികൂടി. വനഫദ ഫീഹിം ഹുക്മ സുന്നത്തി, തന്റെ നടപടിക്രമം എന്താണോ അത് അള്ളാഹു ശരിക്കും അവരിൽ നടപ്പാക്കി. വസാല സുൽത്താനുഹും, അവർക്കുണ്ടായിരുന്ന അധികാരം ആധിപത്യമൊക്കെ പോയി. വല്ല ഫലത്തും ഔത്താനുഹും, അവരുടെ നാടുകൾ തന്നെയും അവരെ തുപ്പിക്കളഞ്ഞു. വലുരിബത്ത് അലൈഹിമുൽ ഇല്ലത്തു വൽ മസ്കന, നിന്ദതയും പതിത്വവും അവർക്ക് അടിച്ചേൽപ്പിക്കപ്പെട്ടു. ഭൂമിയിൽ എല്ലായിടത്തും അവർ പൂർണ്ണമായും പിച്ച് ചീന്തപ്പെട്ട അവസ്ഥയുണ്ടായി. ഇതൊക്കെ ബനൂ ഇസ്രായേൽക്കൊക്കെ ഉണ്ടായി. അവരുടെ പ്രതാപകാലം അവസാനിച്ച് ഈ പറഞ്ഞൊക്കെ ഉണ്ടായി. ഇത് നിങ്ങൾക്കും ബാധകമാണെന്ന് മനസ്സിലാക്കിക്കോളൂ എന്നുള്ള ഒരു മുന്നറിയിപ്പും കൂടിയാണത് എന്നുള്ള വ്യാഖ്യാനമാണ്. അപ്പോ മുമ്പ് പറഞ്ഞത് ബനൂ ഇസ്രായേലിൽ അടക്കമുള്ള ആൾക്കാരുള്ള നിർദ്ദേശമാണത്. നിങ്ങൾ കടന്നു വരണം ഇസ്ലാമില്, നിങ്ങളിങ്ങനെ കിട്ടി തൗറാത്തും ഇഞ്ചിയിലേക്ക് ഇങ്ങനെ ഭാഗികമായി കൂടിയാൽ പോലെ ഖുർആനിലേക്ക് വരണം, മുഹമ്മദ് നബിയിലേക്ക് വരണം. ഇത് മുഹമ്മദ് നബിയിൽ വിശ്വസിച്ച ആൾക്കാരോട് നിങ്ങൾ അവരെ പോലെ ആകരുത്, പൂർണ്ണമായും ഇസ്ലാമിൽ ഉറച്ചു നിൽക്കണം. ഏതൊരു വല്ല ആയത്തു അല കില്ലൽ വജ്ഹായി, ഈ രണ്ട് നിലക്ക് നോക്കിയാലും ഈ ആയത്ത് ഇബ്റത്തുൽ മുഖാത്തബീന ബിൽ ഖുർആൻ, ഖുർആനിന്റെ അഭിസംബോധിതരായ ആളുകൾക്കുള്ള ഗുണപാഠമാണ്. മിനൽ മുഅ്മിനീന ബി, ഖുർആൻ വിശ്വസിക്കുന്ന ആളുകൾക്ക്. ലാ ഹിക്കായ താരിഖിയാൻ ബനീ ഇസ്രായേൽ, അല്ലാതെ ബനൂ ഇസ്രായേലിനെ സംബന്ധിച്ച ഒരു ചരിത്രാഖ്യാനമല്ല, മുഅ്മിനീങ്ങൾക്കുള്ള പാഠമാണ്. വലാകിൻ, പക്ഷെ ചോദ്യം ഇതാണ്, ഹൽ യഅ്തബിറു ബിഹാ അൽ മുൻതസിബൂന അൽ ഖുർആൻ, ഖുർആനുമായി ബന്ധമുള്ളവരാണ് ഞങ്ങൾ എന്ന് പറയുന്ന ആൾക്കാർ, മുസ്ലിമീങ്ങൾ, ഇതുകൊണ്ട് പാഠം പഠിക്കുക. വഹൽ യഫ്ഹമൂൻ മിൻഹാ,
ദീനെങ്ങാനും അവർ മനസ്സിലാക്കോ അന്ന മുൽക്കഹും തങ്ങളുടെ ഭരണാധികാരികളിൽ നിന്ന് ഓരോരോ വർഷവും ചുരുങ്ങി 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 നിഴലില്ലാതായി പോയിക്കൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളുടെ ആധിപത്യം, അതേപോലെ കാല വിപത്തുകൾ അവരിൽ നിന്ന് റാഞ്ചി എടുത്തുകൊണ്ടേയിരിക്കുന്ന അവരുടെ ആ പ്രതാപം, മാ ബദ്ദലഹും അല്ലാഹു തആല ഇല്ലാ ബഅദമാ ബദ്ദലു നിഅമതഹു. ഇതൊക്കെ അള്ളാഹു ഇങ്ങനെ പകരമാക്കിയത് പ്രതാപത്തിന്റെ സ്ഥാനത്ത് നിന്നതയും അധികാരത്തിന്റെ സ്ഥാനത്ത് അധികാര നഷ്ടമൊക്കെ വന്നത് മറ്റൊന്നും കൊണ്ടല്ല, അള്ളാഹു ചെയ്ത നിയമത്തെ അവര് ഭേദഗതി വരുത്തിയപ്പോൾ മാത്രമാണ്, അതിനുശേഷം മാത്രമാണ് എന്നുള്ള പാഠം ഈ മുസ്ലിങ്ങളൊന്ന് പഠിക്കുമോ എന്നാണ് റഷീദ് എന്ന് ചോദിക്കുന്നത്. واعتصموا بحبل الله جميعا ولا تفرقوا واذكروا نعمة الله عليكم إذ كنتم أعداء فألف بين قلوبكم فأصبحتم بنعمته إخوانا. അർത്ഥം നമ്മൾ പലപ്പോഴും കേട്ടാണ്, എന്നാലും പറയാം. അള്ളാഹുവിന്റെ പാശം നിങ്ങൾ ഒരുമിച്ച് നിന്ന് മുറുകെ പിടിക്കണം, നിങ്ങളതിൽ ഭിന്നിക്കരുത്. നിങ്ങൾക്ക് അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർക്കണം. എന്തായിരുന്നു അനുഗ്രഹം? നിങ്ങൾ പരസ്പരം എതിരാളികളായിരുന്നു, അന്നേരം അള്ളാഹു നിങ്ങളുടെ ഹൃദയങ്ങളെ കൂട്ടിയിണക്കി. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നിങ്ങൾ സഹോദരങ്ങളായി മാറുകയും ചെയ്തു. ആ വലിയ അനുഗ്രഹം ചെയ്ത അള്ളാഹുവിന്റെ ആ വലിയ അനുഗ്രഹത്തെ നിങ്ങൾ ഓർക്കണം. നിങ്ങൾ ഭിന്നിക്കാതെ ഇതിൽ ഉറച്ചു നിൽക്കണം, ഒരുമിച്ച് മുറുകെ പിടിക്കണം. സൂറത്തുൽ ബഖറ. പിന്നെ സൂറത്തുൽ അംഫാലിലാട്ടെ 53 ذلك بأن الله لم يكن مغيرا نعمة أنعمها على قوم حتى يغيروا ما بأنفسهم. അള്ളാഹു ഒരു കൗമിന് നൽകിയിട്ടുള്ള നിയമത്ത് അവർ സ്വയം മാറ്റുന്നത് വരെ അള്ളാഹു മാറ്റാൻ പോകുന്നില്ല എന്നുള്ളതാണ് അതിന്റെ കാരണം. മുമ്പ് പറഞ്ഞായിട്ട് ബന്ധപ്പെട്ട ആയത്താണ് ദാലിക എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് അത് ഇങ്ങനെ ആയത് അന്നല്ലാഹ് എന്ന് പറഞ്ഞിട്ടാണ്. കല്ല ഇന്നഹും യഫ്ഖമു ഹാദ. ഇല്ല, മുസ്ലിം സമൂഹം ഇതൊന്നും ഇപ്പോഴും ഗ്രഹിച്ചിട്ടില്ല. വലൗ തഅന്നഉ ബിഹാദിൽ ആയാത്ത് ഫീ കുല്ലി മൗസമിൻ വഫീ കുല്ലി മൗസമിൻ. ജനങ്ങൾ കൂടുന്ന അല്ലെങ്കിൽ ആഘോഷമായിട്ട് സംഘടിപ്പിക്കുന്ന ഏത് വേളയിലും ഈ ആയത്ത് നല്ല ഈണത്തില് പാട്ടുപോലെ അവർ ഓടി പാടുന്നുണ്ടാവും. എന്നാലും ഇതിന്റെ അർത്ഥം അവർ മനസ്സിലാക്കുന്നില്ല. മാത്രമല്ല, മുസ്ലിങ്ങളുടെ ഭരണാധികാരികൾ എന്ന് പറയുന്ന ആൾക്കാർ ഈ ആയത്ത് ഓതിയിട്ട് അവരെ ഈ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നവരോട് അവർക്കുള്ള വെറുപ്പ് പോലെ ലോകത്ത് ആരോട് അവർക്കോട്ട് വെറുപ്പില്ല എന്നുള്ളതാണ്. നേതാക്കന്മാരെ പോലെ തന്നെ അവരുടെ അനുയായികൾ സാധാരണക്കാർ അധികവും നേതാക്കന്മാരുടെ അപ്പടി ആ രീതി പിൻപറ്റുന്നവരാണ്. കമാക്കാൻ ബനു ഇസ്രാഈല അലാ ഹജ്ജി നുസൂലിൽ ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് ബനു ഇസ്രായേലിൽ അങ്ങനെ ആയിരുന്നു. അതേപോലെ തന്നെ വൈന്നാലനാലം നമുക്ക് ഉറപ്പിച്ചും പറയാൻ അറിയും അന്ന സാക്കിന മിൻഹും അലാ ജമീഉൽ മാ മുനിയ ബിഹിൽ മുസ്ലിമൂൻ മിനൽ ബിദാ വൽ ഖുറാഫാത്ത് വൽ ഫുസൂഖ് വൽ ഇസ്യാൻ. അതായത് മുസ്ലിങ്ങൾക്ക് ബാധിക്കേണ്ടി വന്നിട്ടുള്ള അന്ധവിശ്വാസങ്ങളും അതേപോലെ തന്നെ പുത്തനാചാരങ്ങളും അധാർമികതയും ധിക്കാരവും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ മുന്നിൽ നിശബ്ദത പാലിക്കുന്ന ആൾക്കാർ, പണ്ഡിതന്മാർ പ്രത്യേകിച്ചും, യത്തഫിഖൂന മഅൽ മുദാഫിഈൻ അനിൽ ഫാസിഖീൻ വൽ മുബ്തദിഈൻ. അവരൊക്കെ ഫാസിഖീങ്ങളെ, അതായത് അധർമ്മികളെയും വിദഗ്ധക്കാരെയും പ്രൊട്ടക്ട് ചെയ്യുന്നവരുടെ കൂടെ ഒന്നിച്ചിരിക്കുകയാണ്. ഈ നിശബ്ദത പാലിക്കുന്നവരും ഈ കുറ്റം ചെയ്യുന്നവരുടെ കൂടെ തന്നെയാണ് ഫലത്തിൽ എന്നർത്ഥം. അല്ല ഇദാഹിൽ വാദിൻ നാസിഖീൻ, എന്തില് ഉപദേശിക്കുന്ന വാദ്യങ്ങളെ ഉപദ്രവിക്കുന്ന കാര്യത്തിൽ അവരുണ്ട് കൂടെ. ബീസ്മിൽ മുദാഫഅത്ത് ദീൻ, അതിന്റെ രസം എന്താ? ദീനിനെ സംരക്ഷിക്കുന്നു എന്നുള്ള ആൾക്കാണ് ഇത് പറയുന്ന ആൾക്കാരെ അവർ എതിർക്കുന്നത്. ദീൻ സംരക്ഷണം എന്ന പേരിൽ ദീൻ പറയുന്നവരെ അവർ വേട്ടയാടുന്നു. ഇതും ഇതുപോലുള്ള കാര്യങ്ങളിലും അതിന്റെ കാരണം എന്താണോ അത് വ്യക്തമായും വിശദീകരിക്കുന്നതിൽ അള്ളാഹുവിന്റെ കിതാബുൽ മുബീൻ ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല. ബൽ ഹുവ മാ ഹദാന അല്ലാഹു തആല ഇലൈഹി ഖൗലി. ഇതാണ് അല്ലാഹു തആല തന്റെ വാക്കിലൂടെ നമുക്ക് ഉപദേശിച്ചു തന്നാൽ നമ്മളെ ഗൈഡ് ചെയ്ത കാര്യം. അതിങ്ങനെയാണ് ആ ഖൗൽ. സുയ്യിന ലില്ലദീന കഫറുൽ ഹയാത്തുദ് ദുനിയാ. ഭൗതിക ജീവിതം സത്യനിഷേധികൾക്ക് വളരെ അലങ്കൃതമായി തോന്നിപ്പിക്കപ്പെടുന്നുണ്ട്. ഇതാണ് വിഷയം. അതിൽ ആകർഷരാവാണ്. അപ്പൊ ദുനിയാവ് എന്നിട്ട് അവരെ കീഴടക്കുമ്പോൾ ബാക്കിയുള്ളതൊക്കെ അവർ മറക്കുകയാണ്. അവിടെ എന്ത് നഷ്ടം വന്നാലും ദുനിയാവ് കൈവിട്ടുകൂടാ എന്നുള്ള ആൾക്കാണ്.
ഹദ ബയാനും മുഅല്ലലുൻ ലിമാ ഖബ്ലഹു മിനൽ ബഈദ്. നേരത്തെ പറഞ്ഞ താക്കീദിന്റെ കാരണം എന്താണെന്ന് വ്യക്തമാക്കുന്ന വിശദീകരണമാണ്. ലിമൻ യുബദ്ദിലു നിഅമത അല്ലാഹി കുഫ്റ. അള്ളാഹു ചെയ്ത നിയമത്തിനെ കുഫ്റായി മാറ്റുന്ന ആൾക്കാർക്കുള്ള താക്കീത്. അതായത് അനുഗ്രഹത്തിന് നന്ദിക്ക് പകരം നന്ദികേട് നൽകുന്ന ആളുകൾക്കുള്ള താക്കീതാണിത്. വലാസിയമ നിഅമത ആയാത്തില്ലാഹി തആല ഫീ ഹിദായത്തിൽ മില്ലാഹി ഇലാ വഹദത്തിൽ ഉമ്മ. പ്രത്യേകിച്ച് ഈ സമുദായത്തെ അല്ലാഹു തആല ഗൈഡ് ചെയ്യുന്നത് ഒന്നിച്ചു നിൽക്കണം, വഹദത്ത് വേണം, ഉമ്മത്തിന് സമുദായത്തിന് യോജിപ്പ് വേണമെന്നാണ്. ആ യോജിപ്പ് വേണമെന്ന് പറഞ്ഞ ഹിദായത്തിന്റെ ആ നിർദ്ദേശം അടങ്ങുന്ന ആയത്തുകളിലുള്ള നിയമത്ത് ആൾക്കാർ വിശേഷം മറക്കുന്നു. കുഫ്ർ ഫിഹ ഹുവ കുഫ്റു നിയമ. ആ നിർദ്ദേശത്തിൽ, ആ അനുഗ്രഹത്തിൽ അവർ കാണിക്കുന്ന നന്ദികേട് നിയമത്തിനോടുള്ള നന്ദികേട് തന്നെയാണ്. ലാ ഇൻകാർ വജൂദില്ലാഹി തആല വല ശിർകു ബിഹി കമാ സഅമൽ ജലാൽ വായു. അല്ലാതെ അള്ളാഹു ഉണ്ട് എന്നുള്ളത് നിഷേധിക്കലോ അള്ളാഹുവിൽ പങ്കാളികളോ വെക്കലോ എന്നല്ല അവിടെ ഉദ്ദേശം. അങ്ങനെയൊക്കെയാണ് തഫ്സീറുൽ ജലാൽ ജലാലൈനിയിൽ വിശദീകരിച്ചത്. എന്നാൽ അതല്ല, ഈ ഐക്യം വേണം, ഒന്നിപ്പ് വേണം എന്നുള്ള നിർദ്ദേശത്തെ അവഗണിച്ചും വിസ്മരിച്ചുള്ള ജീവിതമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ സബബുഹു, അതിനുള്ള കാരണമായി ഭവിക്കുന്നതോ അലിഫ്തിനാൻ വിജയനത്തിൽ ഹയാത്തി ദുനിയസായില, നീങ്ങിപ്പോകാനുള്ള ഭൗതിക ജീവിതത്തിന്റെ അലങ്കാരങ്ങളിൽ ആകൃഷ്ടരാകുന്നു എന്നുള്ളതാണ്. അപ്പൊ തൽക്കാലത്ത് ദുനിയാവ് അവരെ വല്ലാതെ മോഹിപ്പിക്കുന്നു. എന്നേക്കും നിലനിൽക്കുന്ന അനശ്വരമായ പാരത്രിക ജീവിതത്തെക്കാളും ദുനിയാവിന് അവർ പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്നു. അതാണ് വിഷയം. ദീനിൽ ഒന്നിച്ചു നിൽക്കണമെന്നുള്ള കൽപ്പന അടങ്ങുന്ന സ്ഥാനമാണ് ഇവിടെ ഈ ആയത്തിലുള്ളത്. അതാണ് ഈ ആയത്തിന്റെ സ്ഥാനം, രംഗം. ഒന്നിച്ചു നിൽക്കണം ദീനിൽ, നിങ്ങൾ ഒരുമിച്ച് അള്ളാന്റെ ഭാഷ മുറുകെ പിടിക്കണം, ഭിന്നിക്കാതെ എന്നാണ്. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ നിയമസംഹിതകളെ, വിധിവിലക്കുകളെ എല്ലാം നിങ്ങൾ സ്വീകരിക്കണം. ഓന്നഹിയാൻ തബറുഖിയ, ഈ വിഷയത്തിൽ ആരും ഭിന്നിച്ചു പോകരുത് എന്നുള്ള നിരോധം കൂടി ആയത്തിലുണ്ട്. വൽ മുസ്ലിമൂൻ ഹുൽ മുഖാത്തബൂൻ ബിൽ വഈദ്. എന്നാൽ ഈ താക്കീത് അഡ്രസ് ചെയ്തിരിക്കുന്നത് മുസ്ലിങ്ങളോട് തന്നെയാണ്. എന്തിന്? അല തഫറുഖ്, ചിദ്രിച്ചു പോകുന്നതിന്, ഭിന്നിച്ചു പോകുന്നതിന്. ഒത്തിബായ ഖുത്വാത്ത് ശൈത്താൻ അല റഈഹി വതഫ്സീരിഹി വഹുൽ മുഖ്താർ. അതേപോലെ തന്നെ ഷൈത്താന്റെ ഖുത്വാത്ത് എന്താണോ, ഷൈത്താന്റെ കാൽപ്പാടുകൾ, ഷൈത്താൻ പറയുന്ന സംഗതികൾ, അതിനെ പിൻപറ്റുക എന്നുള്ളതിനുള്ള നിരോധമാണ് ഈ ആയത്തിൽ അടങ്ങിയിട്ടുള്ളത്. ആ വ്യാഖ്യാനമാണ് മുഖ്താറായിട്ടുള്ള, കൂടുതൽ സെലക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രബലമായിട്ടുള്ള അഭിപ്രായം എന്നാണ്. അപാദൻ അമർന താല വനഹാന. ഇതാണ് നമ്മോടുള്ള കൽപ്പനയും നിരോധവും ഒക്കെ അള്ളാഹു താല പറഞ്ഞു. അതിനുശേഷം നമ്മുടെ കൂട്ടത്തിൽ നിന്ന്, അള്ളാഹുന്റെ മാർഗത്തിൽ നിന്ന് ഇടറിപ്പോകുന്ന, വീഴ്ച സംഭവിക്കുന്ന ആളുകൾ ആരോ അവർക്കുള്ള താക്കീതും കഴിഞ്ഞു. എപ്പോഴാണ് ഈ വീഴ്ച? ബാലമാജാമിനൽ ബയ്യന, ആവശ്യമായ ദൃഷ്ടാന്തങ്ങളൊക്കെ നമുക്ക് വന്നു കിട്ടിയ ശേഷം, എല്ലാം വ്യക്തമായി ബോധ്യപ്പെട്ട് പഠിച്ച ശേഷം ഒന്നും അറിയാത്ത പോലെ പിഴച്ചു പോകുന്ന, എല്ലാം അവഗണിക്കുന്ന ആൾക്കാരോടുള്ള താക്കീതും ഉണ്ട്. അതിനുമുള്ള കൽപ്പനയും നിരോധമൊക്കെ ഉണ്ട്. ഇതിനെല്ലാം ശേഷം ദക്കറന, അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ് നമ്മളെ, ഹാലമൻ സബഖന, നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകളുടെ സ്ഥിതിഗതികൾ ഓർമ്മിപ്പിക്കുകയാണ്. ആര്? മിൻ അഹ്ലിൽ കിതാബ് അല്ലദീന നസല ബിഹിം അസാബു തഫറുഖ് വൽ ഖിലാഫ് ഫി ദുനിയ. ആരാണെന്ന് വെച്ചാൽ വേദക്കാർ തന്നെ. ഈ ദുനിയാവില് അഭിപ്രായ വ്യത്യാസം കൊണ്ടും ഛിദ്രത കൊണ്ടും ഉള്ള അസാബ് അവർക്ക് വന്നിറങ്ങി, ഭിന്നിച്ചു പോയി, കക്ഷികളായി പോയി. അവരാദാബ് വലം യംനാഹു അൻഹും അന്നഹും അഹ്ലുൽ കിതാബ്. അവര് അള്ളാഹു നൽകിയ കിതാബിന്റെ അവകാശികളാണ്, കിതാബിന്റെ ആൾക്കാരാണെന്നുള്ള സംഗതികളും അവർക്ക് തടസ്സമായില്ല ഈ ഭിന്നിച്ചു പോകുന്നതിന്. അന്നഹും മുൻതമുൻ ഇല്ലാ നബിയിൻ മുർസൽ വഇന്നഹും ശരിയത്തുൻ ഇലാഹിയ്യ. അള്ളാഹുവിനാൽ നിയോഗിതനായ ഒരു നബിയുമായി ബന്ധമുള്ളവരാണ് തങ്ങൾ. ആ അള്ളാഹു നൽകിയ ഇലാഹിയായ ശരീഅത്ത് തങ്ങളുടെ അടുക്കലുണ്ട്. ഇതൊന്നും ഈ ഭിന്നിച്ചു പോകുന്നതിൽ നിന്ന് അവർക്ക് ഒരു തടസ്സം ആയില്ല എന്നാണ്. കിതാബ്, എന്താ കാര്യം? ആ കിതാബിൽ അവർ ഒന്നിച്ചില്ല. അതിനുള്ള കാരണമോ അവരുടെ പുരോഹിതന്മാരും ഇമാമിങ്ങളും ഓരോരുത്തരും പറ്റി വ്യാഖ്യാനങ്ങളും, അവനവന് വേണ്ട വ്യാഖ്യാനങ്ങളും കുതർക്കങ്ങളും തഹ്വീലൊക്കെ ആയിട്ട് പോയി.
ഓരോരുത്തരും അവനവന്റെ ഇഷ്ടത്തിന് ഗ്രന്ഥം രചിച്ചു, അവനവന്റെ ഇഷ്ടത്തിന് വ്യാഖ്യാനിച്ചു, അങ്ങനെ ഭിന്നിച്ചു പോയി. ഒക്കാന കുല്ലു ഫരീഖിൻ യാഅ്തദിർ അൻ തർക്കിൽ അമൽ ബി തൗറാത്ത്. അവർ ഓരോരുത്തരും തൗറാത്ത് അനുസരിച്ച് അമൽ ചെയ്യാതിരിക്കുന്നതിന് ന്യായം കണ്ടെത്തിയായിരുന്നു. എന്താ ന്യായം? മുത്തബിയന്റെ ബാദുൽ അഹ്ബാർ അല്ലദീനഹും ആലമും മിൻഹു ബിഹാ. തങ്ങളെക്കാൾ ഏറെ തൗറാത്ത് പഠിച്ച ആലിമീങ്ങളുണ്ട്, അഹ്ബാറുണ്ട്, പുരോഹിതന്മാരുണ്ട്. ആ പുരോഹിതന്മാർ പിൻപറ്റാണ് ഞങ്ങൾ എന്നായിരുന്നു അവരുടെ വാദം. നിങ്ങൾ തൗറാത്തിൽ ഇങ്ങനല്ലേ അള്ളാഹ് പറഞ്ഞ് താൻ തങ്ങൾ കേൾക്കാത്ത വെക്കുമ്പോൾ അത് ഞങ്ങളാരും പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങളെക്കാളും ആലിമീങ്ങളായ തൗറാത്ത് പഠിച്ച ആൾക്കാരുണ്ട്, അവര് പറഞ്ഞു തരട്ടെ, അവരെ പിൻപറ്റാൻ ഞങ്ങൾ നിന്നാണ് അവർ പറഞ്ഞു. മുസ്ലിങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞ് വലിയ വലിയ ആലിമീങ്ങൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, പിന്നെ നമ്മളെന്താ കാട്ടേണ്ടി എന്നാണ് ന്യായം പറയുന്നത്. എത്ര തെളിവ് വന്നിട്ടാണ്. ഇതെല്ലാം കഴിഞ്ഞാൽ ഒരാൾക്ക് ചോദിക്കാം, ഒരു ചോദ്യകർത്താവിന് ഇങ്ങനെ ചോദ്യം ഉന്നയിക്കാം. ഇങ്ങനെ പിന്നെ വ്യക്തമായുള്ള ദൃഷ്ടാന്തങ്ങൾ ഈ കക്ഷികളായി പിരിഞ്ഞതിൽ നിന്ന് നിരോധിക്കുന്ന നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടും എങ്ങനെ ആളുകൾ ദീനിൽ ഭിന്നത ഉള്ളവരായി മാറുന്നു? എന്നാൽ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നവർക്കുള്ള വ്യക്തമായ മറുപടിയാണ് ഈ ആയത്ത്. ഈ വിഷയത്തിൽ ആർക്കൊക്കെ എന്തൊക്കെ ഇഷ്കാലുണ്ടോ, സംശയമുണ്ടോ, അവർക്കെല്ലാമുള്ള സൊല്യൂഷനാണ്, പരിഹാരമാണ് ഈ ആയത്തിൽ ഉള്ളത്. എന്താ? ഇന്ന ഹബ്ബ മുലഖ്ഖസു, അതിന്റെ സംക്ഷിപ്തം ഇതാണ്. ഇന്ന ഹബ്ബ ദുനിയ വൽ ഗുറൂറ ബിജനതിഹാ യസ്രിഫാനി ജമീഅ നഫ്സിൽ തഫാനി ഫി തലബിഹാ. ദുനിയാവിനോടുള്ള ഇഷ്ടം, അതേപോലെ ദുനിയാവിലെ അലങ്കാരങ്ങളിലുള്ള ആ ഒരു അതിൽ പെട്ട് വഞ്ചിതനായി പോകുന്ന അവസ്ഥ, ഇത് രണ്ടും മനുഷ്യന്റെ സകല കഴിവുകളെയും തെറ്റിച്ചു കളയാം. യസ്രിഫാനി ഇല തഫാനി ഫി തലബി. എങ്ങോട്ടാ തെറ്റിച്ചു കളയുന്നത്? ആ ദുനിയാവ് തേടുന്നതിന് വേണ്ടിയുള്ള വല്ലാത്തൊരു തഫാനിയിലേക്ക്. തഫാനി പറഞ്ഞാൽ അതിനു വേണ്ടിയിട്ട് മരിക്കുക, പരസ്പരം മരിക്കുക, നശിക്കുക. അതാണ് അത്യാവശ്യം ദുനിയാവ്, അല്ലെങ്കിൽ ആവശ്യം ദുനിയാവാന്നല്ല, ദുനിയാവിന് വേണ്ടിയിട്ട് പരസ്പരം മരിപ്പിക്കുന്ന പോലത്തെ, നശിക്കുന്ന പോലത്തിലുള്ള അന്വേഷണം. അവിടേക്കാണ് അവരെ തെറ്റിക്കുന്നത്. ബിദാലിക തൻസറിഫു അനിൽ സഹീഫി ആയാത്തിൽ ഹഖ് വ ബയ്യിനാത്ത്. അതുകൊണ്ട് തന്നെ ആ അത്തരം മനുഷ്യര് അള്ളാഹുവിന്റെ ആയത്തുകളും ബയ്യിനാത്തും ശരിയാം വിധം, സഹിഹായ വിധം ചിന്തിക്കുന്നതിൽ നിന്ന് അവരകന്നു പോകും. ഇതാണ് അവസ്ഥ. ഇനി നേതാക്കന്മാര്, പഠിപ്പുള്ള ആൾക്കാരോ, നേതാക്കന്മാർക്ക് എന്തുകൊണ്ട് വെച്ചാൽ ഒരു മുംതാസായ മതി, ഒരു വേറിട്ട പ്രധാനപ്പെട്ട ആളായ മതി, അതുപോലെ ഒരു പ്രസിദ്ധി. അപ്പൊ പ്രസിദ്ധിയോടും ആ സവിശേഷമായ സ്ഥാന പദവിയോടുമുള്ള ഹെബ്ബാണ് നേതാക്കന്മാരെ ഭരിക്കുന്നത്. അൽ-ഖുർആൻ. പിന്നെന്താ? ഓരോ നേതാവിനും, ഓരോ ഇമാമിനും, അല്ല ഓരോ ആൾക്കുള്ള ബുദ്ധി തന്റെ കൂടെയുള്ളവരെക്കാൾ മീതി നിൽക്കണമെന്നാണ്. തനിക്ക് സമന്മാരായി കൗണ്ടർ പാർട്ടികളായിട്ടൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും, എന്നാൽ അവരെക്കാളെല്ലാം മീതിയാണ് ഞാൻ എന്ന ഭാവം എല്ലാവർക്കും ഉണ്ട്. വലായിക്കൊണ്ട് എല്ലാ ഖിലാഫ്. അതൊക്കെ ഉണ്ടാണ് എന്ത് വേണം? ഖിലാഫ് വേണം, ഭിന്നത വേണം. ഒന്നിച്ചിക്കാണെങ്കിൽ അതിനൊന്നും പഴുതില്ല, ഭിന്നത ഉണ്ടായാലും നടക്കുള്ളൂ. അൻസാർ കുല്ലി റഈസിൽ മദ്ഹബിൻ. ഓരോരോ നേതാവും തന്റെ മദ്ഹബിന് വേണ്ടി പക്ഷം പിടിക്കണം, അതിനെ പ്രൊമോട്ട് ചെയ്യണം. വദ്ദബി അൻഹു ജദൽ വതഅ്വീൽ. വ്യാഖ്യാനത്തിലൂടെയും തർക്കത്തിലൂടെയും അതിനെ പ്രൊട്ടക്ട് ചെയ്യണം. ഇതാണ് നേതാക്കന്മാർ ചെയ്യുന്നത്. അപ്പം ഭിന്നത അതിന്റെ മൂർച്ഛിച്ച ആവശ്യമെത്തും. അമൽ മർബൂസ്. ഇനി അനുയായികളോ? പിന്നെ കുല്ല ഫരീഖിൻ മിൻഹും യൻതമി ഇലാ റഈസിൻ യഅ്തസ്സു ബിഹി വയുഖല്ലിദു ദീനഹു. ഓരോ അനുയായിയും തന്റെ ഒരു നേതാവ് എന്ന് പറഞ്ഞ് അഭിമാനം കൊള്ളുന്ന, തഖ്ലീദ് ചെയ്യുന്ന ഒരു നേതാവ് ഉണ്ടാവും. ആ നേതാവിന്റെ പിന്നിൽ കണ്ണും മൂക്കില്ലാതെ പിൻപറ്റാണ് ഇവര് ചെയ്യുന്നത്. എന്നാ എതിര് പറയുന്ന ആൾക്ക് എന്ത് പറയാണ്ട് കേൾക്കുന്നല്ല. എതിര് പറയുന്ന ആൾക്ക് ന്യായം ഉണ്ടോ, അതിൽ താൻ ചിന്തിക്കേണ്ട വല്ലതും ഉണ്ടോ, അങ്ങോട്ട് കാലന്നെ കൊടുക്കൂല, ചിന്തിക്കൂല. വേർബത്തുല്ല മിൻഹു ആഖർ അൽ ഇഷ്തിറാഖ് ഇല്ല ഫിൽ മസാലിഹി ദുനിയവിയ്യ. ഈ രണ്ടു കൂട്ടരെയും ബന്ധിപ്പിക്കുന്ന ഒരു ഘടകം ഏതുള്ളൂ വെച്ചാൽ ഭൗതിക താല്പര്യങ്ങളിൽ അവര് ഒരുപോലെ പങ്കാളികളാണെന്നുള്ള താല്പര്യങ്ങൾ എല്ലാവർക്കും ഉണ്ട്, എന്നാൽ വ്യത്യസ്തമായ വഴിക്ക് സഞ്ചരിക്കുന്നു, ഭിന്നമായി സഞ്ചരിക്കുന്നു. പക്ഷെ ഭൗതിക മോഹം എന്നുള്ള കാര്യത്തിൽ അവരൊക്കെ മുസ്തരിക്കുകളാണ്, പങ്കാളികളാണ്. ദുനിയ ഹുവ ഇല്ലത്തുൽ ഇലൽ.
വറഅ്സു കുല്ലി ഖത്തിയ. അപ്പൊ സകല കാരണങ്ങളുടെയും മൂല കാരണം ദുന്യാവിനോടുള്ള ഈ അടങ്ങാത്ത പ്രേമം തന്നെയാണ്. എല്ലാ പാപങ്ങളുടെയും റഅ്സായിട്ടുള്ളത്, ഹെഡായിട്ടുള്ളത് ഈ ദുന്യാമോഹം തന്നെയാണ്. ഒക്കെ തഖദ്ദമ ശർഹു ഇർതിബാത്ത് റുഅസാഇ ബിൽ മർഊസീൻ. ഇനി ഈ അനുയായികളും നേതാക്കന്മാരും തമ്മിലുള്ള ബന്ധം പറയുന്ന വിഷയത്തിന്റെ വ്യാഖ്യാനം നേരത്തെ കഴിഞ്ഞിട്ടുണ്ട് 165 ആയത്തില്. അതായത് പിന്നെ അള്ളാഹുവിന്റെ പുറമെ ചിലരെ അള്ളാഹുവിന് തുല്യന്മാരായി അവരോധിക്കുന്ന മനുഷ്യന്മാരുണ്ട് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന 165 ആയത്ത് നേരത്തെ കഴിഞ്ഞു പോയതാണ്. അതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ബിമൻ ഊതു കിതാബൻ വജാഅതുഹും ബയ്യിനാത്തുൻ തജ്മഉ കലിമതഹും വതുഹഖഖു വഹദതഹും. അപ്പൊ നമ്മളിവിടെ പറഞ്ഞ വ്യാഖ്യാനം ഖാലിൻ വിധിക്കാനെമ്പാടും പര്യാപ്തമാണ്. എന്താ വിധിക്കുന്നത്? അല്ലദിനെ കഫറു എന്നിവിടെ പറഞ്ഞത്, ഈ ആയത്ത് പറഞ്ഞ അല്ലദിനെ കഫറു എന്നത് നേരത്തെ കിതാബ് കിട്ടിയിട്ടും ബയ്യിനാത്ത് കിട്ടിയിട്ടും ഭിന്നിച്ചു പോയ ആൾക്കാരെ കുറിച്ച് മാത്രമാണ്. അല്ലാതെ മുശ്രിക്കീങ്ങളായ കാഫിര്യങ്ങളല്ല. മറിച്ച് അഹ്ലു കിതാബുകാരായ തൗറാത്തിന്റെയും ഇഞ്ചിന്റെയും അനുയായികൾ എന്ന് പറയുന്ന ആൾക്കാർ തന്നെയാണ് അല്ലദിനെ കഫറു എന്ന് ഈ ആയത്തിൽ പറഞ്ഞുകൊണ്ടുള്ള ഉദ്ദേശമെന്ന് വിധിക്കുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞ വ്യാഖ്യാനങ്ങളൊക്കെ അതായത് അവരുടെ കലിമകൾ ഒന്നിപ്പിക്കാൻ, അവരുടെ ഐക്യമെന്ന് യാഥാർത്ഥ്യമാക്കാൻ പറ്റുന്ന ബയ്യിനാത്ത് അവർക്ക് കിട്ടിയിട്ടുണ്ട്. എന്നിട്ടും അവരങ്ങനെ വിരിച്ചു. ആ പാശം അവരുടെ അഭിപ്രായ ഭിന്നതയിലൂടെ അവരും കുറിച്ചു കളഞ്ഞു. തുല്യതയില്ലാത്ത ഈ ശരീഅത്തിന് അവര് ഭിന്നത കൊണ്ട് പിച്ച് ചീന്തി കളഞ്ഞു. വദാലിക കുഫ്റുൻ ബിഹാദിഹിൻ നിഅമ. അപ്പൊ അള്ളാഹു ചെയ്ത ഈ നിഅമത്തിനുള്ള നിഷേധം തന്നെയാണ് ഈ ഒരു പിച്ച് ചീന്തിയുള്ള ശിഥിലമാക്കിക്കൊണ്ടുള്ള അവസ്ഥ. കുഫ്റാണ്. തബീലുൽ ലഹാ ബിന്നിഖമ. അത് നിഅമത്ത് പകരം അതിന് നിഖ്മത്താക്കി അവർ പരിവർത്തിപ്പിക്കുകയാണ്. നിഖ്മത്ത് എന്നാൽ ശിക്ഷ, നിയമത്തിനെതിരെ. അന്നൽ കലാം ലാ യസാലു ഫി മസലത്തിൽ ഖിലാഫ് വൽ വിബാഖ് ഫി ദീൻ. الآية التالية لهذه فإنها مبينة لأصل الخلاف في الدين. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് ദീനില് യോജിപ്പ് വേണമെന്നത് ലംഘിച്ചതും അതേപോലെ തന്നെ അള്ളാഹു നിർദ്ദേശങ്ങളെ കാട്ടിപ്പറത്തിയതുമാണ് ഇതെല്ലാത്തിനും കാരണം എന്ന് വ്യക്തമാക്കുന്നത് ആണ് ആയത്തിന്റെ ബാക്കിയുള്ള ഭാഗം. ദീനിലെ ഖിലാഫിന്റെ അടിത്തറ അത് വ്യക്തമാക്കുന്നുണ്ട്. അള്ളാഹു വ്യാപാരിച്ചത് മുതൽക്ക് ഉണ്ടായിട്ടുള്ള ഭിന്നതയുടെ അടിത്തറ എന്താണ്. പിന്നെ സുയ്യിന ലില്ലദീന കഫറു, കാഫിര്യങ്ങൾക്ക് ഭംഗിയായി തോന്നിപ്പിക്കപ്പെടുന്നു എന്ന വാക്യം ഇന്നാ ജഅൽനാ മാ അൽ-അർദി സീനത്തൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല എന്ന് പറഞ്ഞ കൂട്ടത്തിലുള്ളതാണ്. അപ്പോ സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹു 7-ാമത്തെ ആയത്ത് പറഞ്ഞു, ഈ ഭൂമിക്ക് മുകളിലുള്ള ഒക്കെ തന്നെയും ജീനത്തായിട്ട് വെച്ചിട്ടുണ്ട്. ഈ ഭൂമിക്ക് മുകളിൽ നടക്കുന്ന മനുഷ്യന്മാരിൽ ഏറ്റവും നന്നായിട്ട് പ്രവർത്തിയെടുക്കുന്നവരാര് എന്ന് പരിശോധിച്ചറിയാൻ വേണ്ടിയാണ്. പ്രവർത്തിക്കുന്നവരാരെന്നല്ല, ഏറ്റവും പെർഫെക്റ്റ് ആയി നന്നായി പ്രവർത്തിക്കുന്നവരാര് എന്ന് പരിശോധിച്ചറിയാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇബ്തലാഹും തഖ്വാമൻ ജീനത്തുഹ. അള്ളാഹു അവരെ പരീക്ഷിച്ചു. പക്ഷേ പല കൗമുകളെയും സംഭവിച്ച എന്താ, ഈ ഭൂമിയുടെ അലങ്കാരം അവരെ പറ്റിച്ചു. അവര് അതിൽ മുഴുകിപ്പോയി. ഫതനത്തുഹും ബഹജത്തുഹ. ദുനിയാവിന്റെ ശോഭ അവരൊക്കെ ഫിത്നയിലാക്കി. ഫൻസറവത് ഹിമ്മത്തുഹും ഇലൽ ചിംതാബി ലദ്ദാത്തി. അതുകൊണ്ട് തന്നെ അവരുടെ മനോഗതം അല്ലെങ്കിൽ അവരുടെ പിന്നെ തീരുമാനം ലദ്ദത്ത്, ദുനിയാവിന്റെ ലദ്ദത്ത് അനുഭവിക്കുക എന്നുള്ളതിന് മാത്രമായി ചുരുങ്ങി. വൻഹസറത്ത് അഫ്കാറുഹും ബിസിംബാത്തിൽ വസാഇൽ ലിശഹ്വാത്തിഹ. ദുനിയാവിന്റെ ഷഹ്വത്തുകൾ നേടാനുള്ള വഴികൾ എന്തൊക്കെയാണ് എന്ത് കണ്ടെത്തുന്നിടത്ത് മാത്രമായി അവരുടെ ചിന്തകൾ ഒതുങ്ങി. ഇൻഹസറാൻ അവിടെ മാത്രം പിന്നെ പരിമിതപ്പെട്ടു. മുസാബഖത്ത് തുല്ലാബിൽ മാൽ വൽ ജാഹിൻ അർബാബി. അതേപോലെ തന്നെ സമ്പത്ത് തേടുന്ന ആൾക്കാർ പറയുന്നുണ്ട്, അവരോടുള്ള കോമ്പറ്റീഷൻ. പിന്നെ അർബാബിന്റെ സമ്പത്തുള്ള ആൾക്കാരുണ്ട്, അവരെടുക്കൽ ജാഹ് കിട്ടണം, വലിയ പദവി കിട്ടണം, വലിയ സമ്പന്നനാകുമ്പോൾ മറ്റു സമ്പന്നന്മാരും കൂടെ ശ്രദ്ധിക്കും. അങ്ങനെ നോട്ടബിൾ ആവണം, ശ്രദ്ധേയനാവണം എന്നുള്ള ഉദ്ദേശമാണ്. അതേപോലെ മുസാഹത്ത് താരിഖീൻ അബുവാബിഹ. സമ്പത്തിന് വേണ്ടി മുട്ടുന്ന മറ്റുള്ള ആൾക്കാരുണ്ട്, വാതിൽക്കൽ മുട്ടുന്നു. അവരോട് തിരക്കാൻ അവരോട് ഉന്തി തള്ളി മത്സരിക്കുക, അവരെ അകറ്റാൻ നോക്കുക എന്നുള്ളതാണ്. അതൊക്കെയാണ് ദുനിയാവിനോടുള്ള മോഹമാണ് ചുരുക്കം. അതുകൊണ്ട് തന്നെ അവർക്ക്
മറ്റെന്തെങ്കിലും അന്വേഷിക്കാനുള്ള വിശാലത പിന്നെ അവശേഷിക്കുന്നില്ല. ആ കയ്യിൽ കുടുങ്ങി ഉടക്കി കിടക്കാണ്. വല്ലം യക്കുൻ മുആരിദൻ ഫീമാ യർഗബു, അവരാഗ്രഹിക്കുന്ന കാര്യത്തിൽ ഇത് എതിരാളി അല്ലെങ്കിൽ പോലും വഹായിലും ബൈനഹുമാ വയസ്തഹുൻ, അവരുടെ ആഗ്രഹങ്ങൾക്കും ഇവർക്കും ഇടയ്ക്ക് ഒരു തടസ്സമായി അത് ഇല്ലെങ്കിൽ പോലും അമ്മാ ബാലുക ബി തലബിൽ ഹഖ് വതതല്ലു ഇലാ ഹയാത്തിൻ ബഅദ അൽ ഹയാത്ത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ സത്യാന്വേഷണം എന്നതിനെ കുറിച്ച് നീ എന്ത് പറയും? ഈ ദുനിയാവിലെ ജീവിതത്തിന് ശേഷം മറ്റൊരു ജീവിതം ഉണ്ട് എന്നുള്ളവർക്കുള്ള തത്തല്ലോ, അങ്ങോട്ടുള്ള എത്തിനോട്ടം, അതിനെക്കുറിച്ച് എങ്ങനെ പറയും? വൽഹഖു യന്നാലഹിം ഇസ്റാഫഹും യംരിഹിം, യാഥാർത്ഥ്യം ഇവരുടെ ധൂർത്തിനെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇവൻ ഇസ്രായേൽക്കാർ ചെയ്ത ദീനിലെ ഇസ്റാഫ്. മാത്രമല്ല അവര് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട ഹക്കുകളുണ്ട്, അത് കൊടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. തത്തല്ലോ ഇല ഹയാത്തിന് ഉഖറ, അടുത്തൊരു ജീവിതം ഉണ്ട് എന്നുള്ളവർക്കുള്ള നോട്ടം, ആ ജീവിതത്തിലേക്കുള്ള വീക്ഷണം സുക്കൂനിയും ഇല ലഹുവിയും, അവരുടെ സുക്കൂനിൽ നിന്ന് പിന്നെ അവരുടെ ലഹുവിലേക്ക് അവരെ പ്രേരിപ്പിക്കുക. മാത്രമല്ല അവരുടെ ജഹവ്, എൻ്റെ ദുനിയാവിലെ ആ പളവളം, അതിന്റെ പിന്നെ ആ പളവളപ്പിലുള്ള ഔന്നത്യം, അതിൽ ഏറ്റവും ഉയർന്നവരാണ് ഞങ്ങളെന്നുള്ളത്, അതിനെ യവുള്ളു, അതിനെ പിന്നെ ചെറുതാക്കുകയാണ്. വലിയ യുക്കന്ദുർ അലൈഹിം ബാലസ്വഹ്വിഹിം, മാത്രമല്ല അവർക്ക് പ്രശ്നമൊന്നുമില്ലാതെ ശുദ്ധമായി നിൽക്കുന്നുണ്ട്, സഫുവായി തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. ആ തെളിഞ്ഞു നിൽക്കുന്നതിനെ മലീമസമാക്കുന്നു, കലക്കി വെക്കുന്നു. ബിഹിം ബിഹിം, അവരുടെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിലെത്താതെ അത് അവരെ പിടിച്ച് വഴിയിൽ തടയുന്നു. ഏതൊരുത്തൻ ശരിയായ വഴിയിൽ ഇഖ്ലാസോടുകൂടി സത്യം അന്വേഷിക്കുന്നില്ലയോ, തികഞ്ഞ നിഷ്പക്ഷതയോടുകൂടി ഇഖ്ലാസോടുകൂടി ആ ഒരാൾ സത്യത്തിന്റെ വഴി അന്വേഷിക്കുന്നില്ലയോ, ലാ യജിദുഹു വലാ യത്തഫിഖു മാ അലൈഹി, അവൻ സത്യം കാണാനും പോകുന്നില്ല, സത്യത്തിന്റെ ആൾക്കാരുമായി ഒക്കാനും പോകുന്നില്ല, ഒപ്പം കിട്ടാനും പോകുന്നില്ല. അപ്പോ പിന്നെ ഈ ജീനത്ത് കൊണ്ട് ദുനിയാവിന്റെ വളവളപ്പില് മഫ്തൂനികളായ ഫിത്നയിൽ അകപ്പെട്ട ആൾക്കാർക്ക് ഈ ഇഖ്ലാസ് എവിടെ, ഇൻസാഫ് എവിടെ, അതിനൊക്കെ എപ്പോഴാ അവർക്ക് ഒഴിവ് എന്നുള്ളതാണ്. നിഷ്കളങ്കത, നിസ്വാർത്ഥത എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് എവിടെ പോവാൻ? അപ്പോൾ ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ, ദുനിയാവിന്റെ ജീവനത്തിലേക്ക് അള്ളാഹ് നോക്കാൻ പറഞ്ഞതുപോലെ നോക്കി ചില ആൾക്കാരുണ്ട്. ബഹുവിൻ വജിഹായി, അത് രണ്ടാൾക്കാണ്. അഹദുഹുമ മാഫിഹാന്റെ ആയാത്തി ദാല്ല അലാ ഖുദ്റതിഹി തആല വഇൽമിഹി വഹിക്മതിഹി വറഹ്മതിഹി ലിൽ ഇബാദി, ഒരു കൂട്ടര് അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ അവരുടെ നോട്ടത്തിലൂടെ കണ്ടെത്താൻ പഠിക്കാൻ നിൽക്കുകയാണ്. അള്ളാഹുവിന്റെ ഇൽമിനെ സംബന്ധിച്ച്, അള്ളാഹുവിന്റെ ഹിക്മത്തിനെ, റഹ്മത്തിനെ, അടിമകളുടെ റഹ്മത്ത്, ഇതെല്ലാം പിന്നെ അതിലെല്ലാമുള്ള അള്ളാഹുവിന്റെ ശക്തി, അപരിമേയമായ ശക്തി, ആ ശക്തിയെ ബോധ്യപ്പെടുന്ന ആയത്തുകളുണ്ട്. സാലിഹിമ, രണ്ടാമത്തെ കൗനുഹാൻ നിഅമത മിനു തആല യന്തഫിഅ, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള നിയമത്താണിത്, അവർക്ക് ഉപകാരപ്പെടാൻ വേണ്ടി കൊടുത്താണ്. വയസ്കുറുല്ലാഹു തആല അലൈഹ, അതിനവർ അള്ളാഹുവിന്റെ ശുക്ർ കാണിക്കേണ്ടതുമാണ്. വയത്തബി ശർഅഹു ഫീഹ ബിൽ ഖസ്ദ്, ആ വിഷയത്തിലുള്ള അള്ളാഹുവിന്റെ ഷർഇനെ അവർ ബോധപൂർവം അനുധാവനം ചെയ്യണം, പിൻപറ്റണം. അതോടൊപ്പം എല്ലാത്തരം ആഡംബരവും അഹങ്കാരവും അവർ ഒഴിവാക്കുകയും വേണം. അതോടൊപ്പം ഈ ആയത്തിൽ ദുനിയാവിലും ആഖിറത്തിലും കിട്ടാൻ പോകുന്ന ഹസനത്തിന്റെ കാര്യം പ്രത്യേകം അനുസ്മരിപ്പിക്കുന്നു. ബഹുഖരീ, അത് വളരെ അടുത്താണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. സൂറത്തുൽ അറാഫിൽ 32 അള്ളാഹു ചോദിച്ച ചോദ്യം, ഈ ദുനിയാവില് അലങ്കാരമായിട്ട് അള്ളാഹു വെച്ചത് ആരാണ് ഹറാമാക്കുന്നത് എന്ന് തുടങ്ങുന്ന ആയത്ത്, അത് മറക്കേണ്ടതില്ല എന്നാണ് സൂറത്തുൽ അറാഫ് 32. ഇനി വൽ മുറാദു ബിൽ കഫറൂഹുന, ഇവിടെ നിഷേധികൾ എന്ന് പറഞ്ഞ ഉദ്ദേശ്യം മല്ലാ യുഅ്മിനൂന ബിൽ ഹുഖൂഖിൽ മശ്റൂഅത്തി ലില്ലാഹി വലിന്നാസ് ഈമാന ഇസ്ആനിൻ വൻഖിയാദ്, അതായത് അള്ളാഹുവിനും മനുഷ്യനും നമ്മൾ കൊടുക്കേണ്ട അവകാശങ്ങളുണ്ട്, അഥവാ അവരോട് നമ്മുടെ ബാധ്യത. ആ ബാധ്യത ശരിക്കും വിശ്വസിച്ചാലല്ലേ നിറവേറ്റുള്ളൂ. ആ വിശ്വാസം ഇവർക്കില്ല. എങ്ങനല്ല, ഒരു വിധേയത്വം കാണിക്കാൻ മാത്രമുള്ള വിശ്വാസമായി, അനുസരണം കാണിക്കാൻ മാത്രമുള്ള വിശ്വാസമായി അതവരിൽ വന്നിട്ടില്ല. അതാണ് വിഷയം.
അപ്പൊ അവരെയാണ് കാഫിരികൾ എന്ന് വിളിക്കുന്നത്. ബൽ യുസ്റൂന ഹയാത്ത് ദുനിയ അലാമ ഇൻദല്ലാഹി തആല. മറിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ ഇനി ഉള്ള നമുക്കിനി കിട്ടാനുള്ള നായിമുളത്തെയും സ്വർഗം എന്നും നിലനിൽക്കുന്ന സൗഭാഗ്യം, അതിനേക്കാൾ ഏറെ അവർ ദുനിയാവിനെ തിരഞ്ഞെടുക്കുന്നു. ലൽ മുശ്രിക്കൂൻ അവൽ കാഫിറൂൻ ഫീ ബഅദിൻ നാസ്. ഇത് കാഫിര്യങ്ങളെ കുറിച്ചോ മുശ്രിക്കീങ്ങളെ കുറിച്ചോ പറഞ്ഞതല്ല. ചില ആൾക്കാരങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കള്ളജനരായ ശമ്പൂന മുസ്ലിമീൻ, മുസ്ലിങ്ങളെന്ന് പേര് സ്വീകരിക്കാത്ത ഒരാൾക്കാരുണ്ട്, അവരെ പോലെ തന്നെ. കമാനൽ ഖുർആനിലായ മുഅ്മിനീൻ അന്നാജീൻ, രക്ഷപ്പെടുന്ന മുഅ്മിനീങ്ങൾ എന്ന് പറയുമ്പോൾ ഖുർആൻ ഉദ്ദേശിക്കുന്നത് എന്തല്ല, തായിഫ യുസമ്മൂന അൻഫുസഹും അവ യസിഫൂന ബിൽ ഈമാൻ അവൽ ഇസ്ലാം. ഒരു വിഭാഗം വന്നിട്ട് ഞങ്ങൾ പോയ തേഞ്ഞ മുസ്ലിങ്ങളാണ് മുഅ്മിനീങ്ങളാണ് എന്ന് സ്വയം വാദിക്കുന്നുണ്ട്. ആ വാദിക്കുന്ന ആൾക്കാരല്ല ഇവിടെ ഉദ്ദേശം. പിന്നെ ഉദ്ദേശിക്കുന്ന ആരെന്ന് വെച്ചാൽ അള്ളാഹുവിനെ കുറിച്ച് ദൃഢവിശ്വാസമുള്ള ആൾക്കാർ. അവര് സത്യത്തിനെ മാത്രമാണ് തിരഞ്ഞെടുക്കുക, പ്രാധാന്യം കൊടുക്കുക. അതിന്റെ എതിരിൽ അവരുടെ മോഹങ്ങളും ലذത്തും വന്നാൽ പോലും അവര് ആ ഹക്കനെ തിരഞ്ഞെടുക്കും, മോഹങ്ങളെ മാറ്റിവെക്കും. അപ്പൊ ഇത് ആസറാലും ജഹാല എന്ന അവരുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒന്ന് ശരിയായ മാർഗത്തിൽ ഒന്ന് സ്ലിപ്പായിട്ട് ഒരു തെറ്റങ്ങ് അറിയാതെ ചെയ്തു പോയാൽ യതൂബ് ഖരീബ്, അവൻ പെട്ടെന്ന് തന്നെ പശ്ചാത്തപിക്കും. അതാണ് വിജയം. അള്ളാഹു തആല മുഅ്മിനീങ്ങളെയും കാഫിരീങ്ങളെയും ഓർമ്മിപ്പിച്ചിട്ടുള്ള പഠിപ്പിച്ചിട്ടുള്ള ബാക്കിയുള്ള സംഗതികൾ നോക്കിക്കോളും, നാത്തുകളും പസ്പോർട്ടൊക്കെ ആയിട്ട് വിശേഷങ്ങളൊക്കെ ആയിട്ട്. എന്നാൽ ഇത് നിനക്ക് ബോധ്യമാകും. ഇനി എന്താണ് അങ്ങനെ ഏറ്റവും ബോധ്യമാകുന്ന സിഫത്ത്? അൽഹറു ഔസാഫിൽ കാഫിർ, ഒരു നിഷേധിയുടെ വസ്തുക്കളിൽ ഏറ്റവും പ്രകടമായി കാണുന്നത് അന്തകൂന സീനത്തു ദുനിയ അക്ബർ ഹമ്മിഹി എന്നുള്ളതാണ്. ദുനിയാവിന്റെ അലങ്കാരമായിരിക്കും അവന്റെ ഏറ്റവും വലിയ അജണ്ട. അവന്റെ ഹമ്മിന് ഏറ്റവും വലുത്, അവന്റെ മനസ്സിനെ മതിക്കുന്ന ഏറ്റവും വലിയ കാര്യം ദുനിയാവിന്റെ അലങ്കാരമായി. യുസിറു അലാ കുല്ലി ഷൈ, എന്തിനേക്കാളും അവൻ അതിന് പ്രാധാന്യം കൊടുത്ത് തിരഞ്ഞെടുക്കുന്നു. ഹത്താ അന്ന അമ്രദ്ദീൻ ലാ യുസ്ഹജിഹു അൻ ഷൈഇൻ യഖ്ദിറു അലൈഹി മിൻ ഹാദിഹി സീന വമതാഇഹ ബിലാ മുആരിദ് മിന ദുനിയ. എത്രത്തോളം ദീനിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അത് അവന് ഒന്നിൽ നിന്നും അകറ്റുന്നില്ല. അതായത് അവന് കഴിയേണ്ടതാണ് ഈ ജീവനത്തിനെ കീഴടക്കാൻ, ഈ ജീവനത്തിന്റെ പിന്നെ പ്രലോഭനങ്ങൾക്ക് വിധേയനാവാതിരിക്കാൻ, അതിന്റെ മത്താവിന് പിന്നെ അടിമയാവാതിരിക്കാൻ. പക്ഷെ അത് കഴിയുന്നില്ല. ഹാക്കിമിൻ ജസ ആ വിഹാരത്തിന് തത്തവക്കാം. അത് ഒരു എതിരാളി ദുനിയാവിൽ അവർക്കില്ലാതെ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഇതിന് പ്രചോദനം ഏകുന്ന ഒരു ഭരണാധികാരി വേണം, അല്ലെങ്കിൽ ഇങ്ങനെ പോയാൽ എന്തായിരുന്നാലും ഉണ്ടാവുന്ന പ്രതീക്ഷിക്കുന്ന ഒരു നിന്യത കാത്തിരിക്കണം, എന്തെങ്കിലുമൊക്കെ വേണം. കാരണം പിന്നെ പരലോക വിശ്വാസമല്ല, പിന്നെ ദുനിയാവുകൊണ്ട് അവരെ നേരാക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ വേണം. പൈക്കാനം മുൻതസിബിനില്ല ദീൻ. ഇനി കക്ഷി ഏതെങ്കിലും ദീനുമായിട്ട് കണക്റ്റഡ് ആയ ആളാണെങ്കിൽ അപ്പൊ ദീനുഹു ഇല്ല തഖാലീദും വആദാത്ത്, അവനെ സംബന്ധിച്ചിടത്തോളം ദീൻ വന്നാല് കുറച്ച് ഏർപ്പാടുകളും ആചാരങ്ങളും സമ്പ്രദായങ്ങളും വേറെ തന്നെ. ചിന്തകളും ശുഭഹത്ത്, ആ ചിന്തകൾ ഓടുന്ന ശുഭത്തുകളുടെ പിന്നാലുണ്ടാകുന്നതാണ്. ശുഭത്തുകൾ പിടിച്ചു വലിച്ചുണ്ടാക്കുന്ന ചിന്തകളാണ്. ശുക്കൂക്കോ തെവീല, സംശയങ്ങളും ദുർവ്യാഖ്യാനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിക്കുന്ന പിന്നെ അപകടങ്ങളാണ്, ചിന്തകളാണ് അവിടെ ഉള്ളത്. ഇനി ചില ആൾക്കാർ ഇസ്ലാം ആകും. അതെങ്ങനെ? ഒരു ഇമിറ്റേഷൻ, ഒരു തഖ്ലീദായിട്ട്. പിന്നെ ഹുനാലിക ആഖിറ ഫീഹ നഈമുൻ ഖാസും ബിഅഹ്ലി മില്ലത്തി, അത് എന്താണ്, തന്റെ മില്ലത്തിന് മാത്രം കിട്ടാൻ പോകുന്ന പരലോകത്തെ ആഖിറത്തുണ്ട്. അത് ഓർത്തോണ്ട് ഇൻകാനു അലമ വസഫ അല്ലാഹുൽ കാഫിരീൻ, കാഫിരീങ്ങൾക്ക് വിശേഷണമായിട്ട് അള്ള പറഞ്ഞ എന്തൊക്കെ ഉണ്ടോ അതിലായിരിക്കും അവരപ്പം ഉണ്ടാകുക. എന്തായാലും ഞങ്ങളും മിനിയങ്ങൾ, ഞങ്ങളാണ് സ്വർഗം വാങ്ങുന്ന ആൾക്കാർ എന്നുള്ളവർക്കാണ് നിൽക്കുക. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് യഹൂദികളുടെയും സ്ഥിതി ഏതാണ്ടൊക്കെ തന്നെയാണ്. അവരെ കുറിച്ച് അല്ലാഹു തആല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല പിന്നെ ഈമാന്റെ കാര്യം പല സ്ഥലങ്ങളിലായി ഓർമ്മിച്ചിട്ടുണ്ട്. മിൻഹൽ ആയത്തു സാബിഖ ഖരീബന, ഇപ്പൊ തൊട്ടുമുമ്പ് കഴിഞ്ഞ ആയത്തിൽപ്പെട്ടതാണ്. അതാ ഖൗലി ബാദിൽ മുഫസ്സിരീൻ, ചില മുഫസ്സിരീങ്ങളുടെ വ്യാഖ്യാന പ്രകാരം
بغيرها أيضا كقوله تعالى كقوله في أهل الكتاب عامة من آخر سورة الحديد. ഇനി അല്ലാത്തതിനുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ സൂറത്തുൽ ഹദീദില് അവസാന ഭാഗത്ത് അഹ്ലു കിതാബിനോട് പറഞ്ഞ വാക്ക് യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ വആമിനൂ ബിറസൂലി യുഅതികും കിഫ്ലൈൻ മിൻ റഹ്മതി. മുഅ്മിനീങ്ങളെ അല്ലാഹുവിനോട് തഖ്വ വേണം, അല്ലാഹുവിന്റെ റസൂലിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കണം, എന്നാൽ അള്ളാഹു അവന്റെ കാരുണ്യം രണ്ടോഹരിയായിട്ട് നിങ്ങൾക്ക് തരും എന്നാണ്. യുഅതികും കിഫ്ലൈൻ മിൻ റഹ്മതി. ഫഉത്ലിഖ അലൈഹാ ഇസ്മുൽ കുഫ്ർ ഫീ മവാദിഅ കസീറ. കുഫർ എന്നുള്ള വാക്കാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ മാത്രമല്ല, ഒരുപാട് സ്ഥലങ്ങളിൽ. ഉദാഹരണ ഈമാൻ കമാലക്കറിന ഇത്തിലാഖൈൻ. കാരണം ഈമാനിന് നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് തരം പ്രയോഗ സാധ്യതകളുണ്ട്. അങ്ങനെ ആകുമ്പോൾ പൂർണ്ണമായും വിധേയത്വം കാണിക്കുന്ന, അനുസരണം കാണിക്കുന്ന മുഅ്മിനായ ഒരാളെ സംബന്ധിച്ച് ഈ മുഅ്മിൻ എന്നുള്ള വാക്ക് പറയാം. അമലും ഇത്തിബാവും എല്ലാം ഉള്ള ഒരാൾ. എന്നാൽ തഖ്ലീദായിട്ട് ഒരു അനുകരണം എന്നുള്ള ആൾക്ക് മാത്രം ഈ ലോകത്തിന് ഒരു ഇലാഹുണ്ടെന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. അവരെ സംബന്ധിച്ചും പിന്നെ ഇത് പറയാം, ഏത് മുഅ്മിൻ എന്നുള്ളതാണ്. അള്ളാഹു അമ്പയാക്കളെ അയച്ചു, ആ അമ്പിയാക്കളുമായിട്ട് അവർക്ക് ബന്ധമുണ്ട് എന്ന് പറയുന്ന കാര്യം. അവന് തന്റെ ഈമാനിന്റെ കാര്യത്തിലോ ദീനിന്റെ ആ അവബോധത്തിന്റെ കാര്യത്തിലോ പൂർണ്ണ ഉറപ്പൊന്നുമില്ല. നബിയെ ശരിയാം വിധം പിൻപറ്റുന്ന ആളാണെന്നുള്ള അവകാശവാദം ഉറപ്പൊന്നുമില്ല. മറിച്ച് അതിനൊക്കെ എതിരാണെന്നുള്ളതാണ് വാസ്തവം. നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരം ആളുകൾ ഖുർആന്റെ പ്രയോഗം തെറ്റ് കാഫിര്യങ്ങളായിരിക്കും. വദക്റമിൻ അലാമത്തിഹിം, അവർ കാഫിറാന്ന് പറയാനുള്ള കാരണം അടയാളമായിട്ട് ഖുർആൻ പറയുന്നത് അവന്റെ അലങ്കാരങ്ങളിൽ ആകർഷകരായി പോകുന്നുള്ളതാണ് അവരുടെ അലാമത്തായി പറയുന്നത്. ദുനിയാവിന്റെ സുഖത്തില് മുങ്ങി ലയിച്ചു പോകുന്നത് വലിയ ബുദ്ധിയായിട്ട് അവർ എണ്ണാണ്, മഹാബുദ്ധിയായിട്ട് അവർ എണ്ണാണ് ദുനിയാവില് അങ്ങനെ ലയിച്ചു മുങ്ങി പോകുന്നത്. ദുനിയാവിന്റെ ഫളൂൽ ഇങ്ങനെ കൂടെ കൂടെ അധികരിപ്പിച്ചാൽ അതിന് ഞങ്ങൾക്ക് ഫളലുണ്ട്, ശ്രേഷ്ഠതുണ്ട് എന്നാണ് അവർ വിചാരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈമാൻ ഹഖീഖിയൻ യഹ്മൽ അൽ അമൽ, അത് അമലിനെ പ്രേരിപ്പിക്കുന്ന ഹഖീഖിയായ ഈമാൻ എന്നാണ് പറയുന്നത്. ആ ഈമാനുള്ള ആൾക്കാരാണ് അവർ കളിയാക്കുന്നത്. അവരുടെ കൂട്ടത്തിലെ പാവങ്ങളെ പ്രത്യേകിച്ചും പരിഹസിക്കുന്നു ഈ മനുഷ്യന്മാര്. ലിയന്നഹും മഹ്റൂമുൻ മിൻ ജീനത്തിഹിം, കാരണം എന്താ, ദുനിയാവിന്റെ ജീനത്ത് കിട്ടാത്തവരാണ് ഈ പിന്നെ ഫുഖറ. അപ്പൊ അതുകൊണ്ട് അവർ കളിയാക്കുക, നിങ്ങൾക്ക് ഇത് കിട്ടൂലല്ലോ എന്നാണ്. വൈകാനു റാദിന മിനല്ലാഹ്, അവര് പക്ഷെ ഈ കിട്ടിയ മലയാളിമാരെക്കാളേറെ അള്ളാഹുവിനെ തൃപ്തിപ്പെടുന്ന ആൾക്കാരാണ്. മഗ്ബൂത്തീൻ, സന്തുഷ്ടരാണ്. ബിമാ മനഹഹും മിനൽ ഈമാൻ വറജാ ബിൽ ആഖിറ, അള്ളാഹു നൽകിയ ഈമാൻ എന്നുള്ളതും പാരത്രികമായ ബോധവും പ്രതീക്ഷ എന്നുള്ളതും അത് മതി. എന്നാൽ മറിച്ച് പിന്നെ ഈ നഈമിൽ അങ്ങനെ മുങ്ങിത്താഴാത്ത ആൾക്കാർ, അവരുടെ നിലപാടെന്താ, അവര് ബുദ്ധിയായിട്ട് കണക്കാക്കുന്നത് പിന്നെ മരണാനന്തരമുള്ള ജീവിതത്തിന് വേണ്ടിയുള്ള ഒരുക്കം എത്ര പെർഫെക്റ്റ് ആയി ചെയ്യാൻ പറ്റും, അതാണ് ബുദ്ധി എന്നാണ് അവർ മനസ്സിലാക്കുന്നത്. ബിതർഖിയത്തിൻ നഫ്സ്, അതെങ്ങനെയൊക്കെ നഫ്സിനെ പുരോഗതിയിലേക്ക് കൊണ്ടുവരണം. സഹീഹ്, ശരിയായ വിശ്വാസത്തിലൂടെ, അത് മുഅയ്യദ് ബിൽ സുവ്യക്തമായ തെളിവുകളുടെ പിൻബലമുള്ള സഹീഹായ വിശ്വാസത്തിലൂടെ നഫ്സുകളെ പുരോഗതിപ്പെടുത്തണം മരണാനന്തരമുള്ളതിലേക്ക്. അതോടൊപ്പം നല്ല സ്വഭാവങ്ങള് പിന്നെ അത് ഉൾക്കൊള്ളുകയും വേണം, തഹല്ലി വേണം, അത് ഉൾക്കൊള്ളണം. പിന്നെ മഹത്വം എന്ന് പറഞ്ഞത് ആളുകളുടെ അവകാശങ്ങൾ, ഉമ്മത്തിനുള്ള സേവനങ്ങൾ ഒക്കെ കൃത്യമായി നിർവഹിക്കുന്നിടത്താണ് ഫള് എന്നാണ് പറയുന്നത്. പിന്നെ തന്റെ ആവശ്യത്തിനുള്ള മാല് കഴിച്ച് ബാക്കിയുള്ളത് ബാഹ്യങ്ങളും ആജീകളുമായ ആളുകൾക്ക് വേണ്ടി ഒഴുക്കി കൊടുക്കണം, ദാനമായി കൊടുക്കണം. ഇഫാദ
അള്ളാന്റെ മാർഗത്തിന്റെ ഒരൊറ്റ വെള്ളി നാണയം അവർ ചെലവഴിച്ചാലും അതൊരു കടമാണ് എന്നുള്ളവർക്കാണ് ഈ പരിഹാസ നിരോധകർ അതിനുണ്ട്. ഈ കളിയാക്കുന്ന ആളുകൾക്ക് ഖണ്ഡനമായിട്ട് അള്ളാഹ് പറയുന്നു, അതിന് എറോനന്നും ഈ ജീവനത്തിക്കും ലദ്ദാത്തി, അത് തങ്ങളുടെ ജീവനത്തിലും തങ്ങളുടെ ലദ്ദത്തിലും അവര് ഖൈറുമിൻ അഹ്ലിൽ യഖീൻ ഫീ നജാത്തി വതുഖാത്തി, വളരെ ഉറച്ച വിശ്വാസമുള്ള തഖ്വയുള്ള ശുദ്ധതയുള്ള ആൾക്കാർ എന്ന് പറയുന്നുണ്ട്, അവരെക്കാൾ ഉത്തമമാണ്. അതിന് തഖവ ഫൗഖഹും യൗമൽ ഖിയാമ, ഖിയാമ നാളില് മുത്തഖീങ്ങള് പിന്നെ ഇവരുടെ മീതെ. അപ്പം വിശ്വാസികളുടെ കൂട്ടത്തിൽ നിന്നൊരു കൂട്ടര് ഒലിവിലേക്ക് പോയി. പിന്നെ അല ബാദുൽ തായിഫത്തുമിനജാം കുറച്ചു കാലം ഈ ഹയാത്തുൽ ഖസീറ വഫാനി ഈ നഷ്റൽ ലോകത്ത് കുറച്ചു കാലം ബിമാ യകൂനു ലഹും മിനൽ അത്ബാഇ വൽ അൻസാരി വൽ മാലി വസ്സുൽത്താൻ ഫഇന്നൽ മുഅ്മിനീന വൽ മുത്തഖീൻ യകൂനൂൻ അഅലാ മിൻഹും മഖാമൻ യൗമൽ ഖിയാമ ഫീ തിൽകൽ ഹയാത്തിൽ ഇൽമിയത്തിൽ അബദിയ. അപ്പൊ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഇവർക്കാരെല്ലാം മഖാമുള്ളവരായിരിക്കും ഖിയാമ നാളില്. അലിയത്തും അബദീയത്തുമായ ജീവിതം, അതാണ് അവരുടെ ഉദ്ദേശത്തിൽ വരുന്നത്. അതിനെ തഖവ ഫൗഖഹും എന്നാണ് അള്ളാഹ് പറയുന്നത്. പല നഖൽ വലുതിന് ആമനു ഫൗഖഹും, അതിന് ആമനു ഫൗഖഹും എന്ന് അള്ളാഹ് പറഞ്ഞില്ല. കാരണം ഈ ദുനിയാവിലെ സുഖങ്ങളിൽ മുഴുകിയിട്ടുള്ള മഖ്തുനീങ്ങള് യദ്ദാഉനൽ ഈമാൻ, അവരും ഈമാൻ ഉണ്ടെന്ന് വാദിക്കുന്നു. അഹ്ലുൽ ഈമാനിന് വിളിക്കപ്പെടുന്ന ഒരു ഖൗമിന്റെ ഇടയിലാണ് ജനിച്ചും വളർന്നതൊക്കെ. അതുകൊണ്ട് അവർ അങ്ങനെയാണ്. അള്ളാഹു നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്, ഒരാൾക്ക് പാർട്ടി വിശ്വാസം ഉണ്ടെങ്കിൽ ആ വിശ്വാസം മാത്രം പ്രയോജനപ്പെടില്ല, തഖ്വ കൂടെ ഇല്ല എങ്കിൽ. നല്ല സത്പ്രവർത്തനങ്ങൾ ചെയ്യാൻ അതോടൊപ്പം നഫ്സിനുള്ള ഒരു പ്രേരണയൊക്കെ ആയിട്ട് അത് നിൽക്കണം. തിൽക ജന്നത്തിന്റെ തീ പിന്നെ അപ്പൊ ഈമാനും സുഹൃത്തുക്കളുമുള്ള ആളുകൾക്ക് കുറ്റമില്ല, ജുനാഹില്ല അവർ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കാര്യം. അവർ തഖ്വയും ഈമാനുള്ളവരാണെങ്കിൽ, സാലിഹാത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ, പിന്നെയും അവർ തഖ്വ നടത്തി ശരിക്കും അവർ വിശ്വസിച്ചു, പിന്നെയും തഖ്വ ഉൾക്കൊണ്ടു, ഇത് നന്നാക്കി എന്നൊക്കെ പറഞ്ഞതും ഈ കൂട്ടത്തിൽപ്പെട്ടവരാണ്. എന്തായാലും ഈ വിഷയത്തിൽ ആയത്തുകൾ അമ്പാടുണ്ട്. എന്ന പാർത്തിക വിജയം, അതേപോലെ തന്നെ ഉന്നതമായിട്ടുള്ള അവിടെ സ്ഥാനമാനങ്ങൾ, അത് ലഖബും ജിൻസിയയും കൊണ്ട് മാത്രം കിട്ടില്ല എന്നുള്ളതാണ്. കിട്ടും എന്നുള്ളതാണ് അവരുടെ വിചാരം, അവരുടെ വാദം. അവരുടെ സ്ഥാനം കൊണ്ടും അവരുടെ വർഗം അവര് ഇന്നതാണെന്നുള്ളത് കൊണ്ട് മാത്രം കിട്ടും. ആ തക്കാലി അല്ലത്തില്ല ആശ്രദാപ്പിന്റെ ഞാനില്ലെങ്കിലും മനസ്സിൽ വലിയ സ്വാധീനമില്ലാത്ത ചില അവരുടെ ആചാരങ്ങൾ, ചില തക്ലീദുകൾ ലായത്തില്ല മിസ്ലിഹ, അത്തരം ആചാരങ്ങളിലേക്ക് അവര് ശ്രദ്ധ കൊടുക്കില്ല, തിരിഞ്ഞു നോക്കില്ല. ആ വിഷയത്തിൽ അവരുടെ അവരുടെ വലിയ സംഗതികൾ, ആ വലിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ വലിയ ആൾക്കാർ അവരോട് പറയപ്പെട്ടു ബിഹ, അതിന് ഇത് അവർക്കെതിരായി തെളിവായി ചൂണ്ടിക്കാട്ടപ്പെട്ട പിന്നെ അവർ ചെയ്യുന്നത് എന്താ? കിതാബിലുള്ള ഞങ്ങൾക്ക് അനുകൂലമായി വരുത്താൻ വേണ്ടിയുള്ള എല്ലാ കൈകടത്തലും ദുർവ്യാഖ്യാനം ഒക്കെ ആയിട്ട് അവർ പോകും. അല്ലാതെ ഒരു പൂർണ്ണ മനസ്സോടെ വിധേയത്വത്തോടു കൂടി സത്യത്തെ അംഗീകരിക്കുന്ന പ്രശ്നമല്ല. ഞങ്ങൾക്കൊന്നല്ല, ഈ ആയത്ത് കാഫിര്യങ്ങളുടെ കാര്യത്തിൽ ഇറങ്ങിയതാണ്. ബഹു മുസ്ലിമും, ഞങ്ങൾ മുസ്ലിങ്ങളാണ്, ഇതാണ് അവർ പറയുന്നത്. കാഫിര്യങ്ങൾക്ക് വേണ്ടി മാത്രം പുനഃവാക്യമായിട്ടാണ് തോന്നുന്നത്. അത് കാഫിര്യങ്ങൾക്ക് ഇറങ്ങിയതാണ്, ഞങ്ങൾക്കൊരു വാദമല്ല, ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് പറയും.
അല്ലെങ്കിൽ പറയണ്ട നമ്മളെ ഷേഖന്മാർ ഇങ്ങനെ പറഞ്ഞത്, നമ്മൾ അവർ തഖ്ലീദ് ചെയ്യുന്നവർ മാത്രമാണ്. കിതാബ്, അള്ളാഹുവിന്റെ ഖുർആനിലേക്ക് വിളിക്കുന്ന ഈ തഖ്ലീദുകാരുണ്ടല്ലോ, ളാല്ലൂന മുദല്ലൂൻ, അവർ സ്വയം പഴിച്ചവരും പഴിപ്പിക്കുന്നവരും കൂടിയാണ്. ളാല്ലൂന മുദല്ലൂൻ ഇജ്തിഹാദ ഫിദ്ദീൻ, കാരണം ഞങ്ങൾ ദീനിൽ ഇജ്തിഹാദ് ചെയ്യുന്ന ആൾക്കാരാണ് അവരുടെ അവകാശമാണ്. എന്നാൽ ഇജ്തിഹാദിനുള്ള ബാബ് നമ്മളെ ചില ഉലമാക്കള് നൂറുകണക്കിന് വർഷം മുമ്പ് കൊട്ടി അടച്ചിട്ടുണ്ട്, പൂട്ടിയിട്ടുണ്ട്. ഒരു കാഫിറിനേക്കാൾ മുത്തഖിയായ മുഅ്മിനായ ഒരു മനുഷ്യൻ എങ്ങനെ വേറിട്ട് നിൽക്കുന്നു എന്നുള്ള പറയാണ്. എന്താ വിഷയം? ഒന്ന്, അവർക്കന്ന് കൊടുത്ത നിയമത്തെ അവർ ഭേദഗതിയാക്കും, അവിടെ നന്ദികേട് ചെയ്യും. പിന്നെ ഐക്യം എന്നുള്ളത് ആവശ്യപ്പെട്ട് നേരെ ശിഥിലീകരിച്ചിട്ട് അവര് തഫ്രീഖുൽ കലിമ, ഐക്യം തകർക്കും, കലിമ ഛിന്ന ഭിന്നമാകും, വ്യത്യസ്തമായ കലിമിന്റെ ആൾക്കാരാക്കുന്നത്. വഹുവൽ ഉലുഫിൽ അൽ കറാമ, അപ്പോ ദാറുൽ കറാമയിൽ അഥവാ പരലോകത്ത് സ്ഥാനം കിട്ടാനുള്ളതാണ് ഈ പറഞ്ഞത്. സുമ്മ അഖ്ബറന അന്ന റിസ്ഖ ദുനിയ വ നഈമഹ ലൈസ ഖാസൻ ഫീഹാ ബിതഖീം വലാ ശഖീം. പിന്നെ അല്ലാഹ് നമ്മൾ പറയുന്ന കാര്യം, ഈ ദുനിയാവിലെ റിസ്ക്, ദുനിയാവിലെ സുഖം, ഐശ്വര്യം, ആനന്ദം എന്ന് പറയുന്നത് ഈ ദുനിയാവില് തഖ്വയുള്ള ആൾ എന്നോ അല്ലെങ്കിൽ ദൗർഭാഗ്യവാനായ ആൾ എന്നുള്ള വ്യത്യാസം അതിനില്ല, എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ് എന്നാ പറഞ്ഞു. ബൽ ഹുവ മൗദൂഉൻ ലികുല്ലി അഹദിൻ, എല്ലാവർക്കും ഇത് പ്രയോഗിക്കപ്പെടും. ജനം പ്രതീക്ഷിക്കാത്ത, ഓർക്കാത്ത വിഴക്കത് വന്ന് ഭവിക്കുകയും ചെയ്യും എന്നാ പറഞ്ഞു. ഹിസാബ് എന്ന് പറഞ്ഞു. അൽ ഹിസാബ് തഖ്ദീർ, തഖ്ദീർ എന്ന കണക്കാക്കൽ എന്നാണ്. അതിന് തഖ്ദീരില്ല വല ഹസ്ബൽ ഈമാൻ, അതായത് ഒരു കണക്കൂട്ടലുണ്ടാവില്ല, ഇത് സംഭവിക്കാൻ പോകണം, ആ കണക്കൂട്ടലിന്റെ അപ്പുറത്തിന് വരികയാണ്. മറ്റൊരു ന്യായം വിശാലമായി കൊടുക്കണം, ചുരുക്കി പിന്നെ ഇടങ്ങാറാക്കി കൊടുത്തു എന്ന് വരുത്തുക എന്നാന്ന കാര്യമായിട്ട് കൊടുക്കുകയും ചെയ്യില്ല, അങ്ങനത്തെ ചുരുക്കി കൊടുക്കൽ അത് പറ്റില്ല എന്നൊക്കെ. അള്ളാഹു ദുനിയാവിൽ എല്ലാവർക്കും അവന്റെ ദാനം സ്വായത്തമാക്കാൻ അവസരം കൊടുക്കുന്നത് എങ്ങനെയാണ്? അവർക്ക് റിസ്ക് അള്ളാഹു സൃഷ്ടിക്കുന്നുണ്ട്, ആ റിസ്ക് കണ്ടെത്തണം, തേടി പിടിക്കണം. അതേപോലെ സമ്പാദിക്കാനുള്ള കഴിവ് അള്ളാഹു കൊടുക്കുന്നുണ്ട് അവർക്ക്, അതിലൂടെ അവർ സമ്പാദിക്കണം. ഇതാണ് പറഞ്ഞതിന്റെ അർത്ഥം. എന്നാൽ വക്കീൽ ഇങ്ങനെ ഒരു അർത്ഥം പറയുന്നുണ്ട്, ഇന്നൽ മാനാ ബിഹരിസ അലൈഹിൻ അഹദ് ഫഹുവല്ലദീ ഖലഖ വറസഖ വഹുവല്ലദീ ഖദ്ദറ ഫഹദ ബിഗൈരി മുഹാസബത്തി അഹദിൻ വലാ മുറാദാതി. അപ്പൊ ഇവിടുന്ന് ആരും ചോദിക്കേണ്ടതില്ല, അള്ളാഹ് മാത്രം അത് കൈകാര്യം ചെയ്താൽ മതി, അള്ളാഹ് മാത്രം ചോദിച്ചാൽ മതി എന്നുള്ളതാണ് മറ്റൊരു വിശദീകരണം. ഈ പറഞ്ഞതിന്റെ അർത്ഥം വേറെ ആയത്തുകളിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹ് പറഞ്ഞു സൂറത്തുൽ ഇസ്രാ, മൻ കാന യുരീദുൽ ആജിലത അജ്ജൽനാ ലഹു ഫീഹാ മാ നശാഉ ലിമൻ നുരീദ് ثم جعلنا له جهنم يصلاها مذموما مدحورا ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا كلا نمد هؤلاء وهؤلاء من عطاء ربك وما كان عطاء ربك محظورا انظر كيف فضلنا بعضهم على بعض وللآخرة أكبر درجات وأكبر تفضيلا. 18 മുതൽ 21 വരെയുള്ള ആയത്തുകളാണ്. അപ്പൊ ദുനിയാവിലെ റിസ്ക് കിട്ടണമെങ്കിൽ അതിനുവേണ്ടി എല്ലാവരും ഓടിച്ചാടി നടക്കണം എന്നൊരു ഷർത്ത് അള്ളാഹു വെക്കുന്നില്ല. എല്ലാവരും അങ്ങനെ വേണമെന്നുള്ള ഷർത്ത് വെക്കുന്നില്ല. പിന്നെ ചിലപ്പോ ദുനിയാവ് വലിയ അധ്വാനം ഇല്ലാതെ തന്നെ വരും. വല്ല അന്തരാവകാശ രൂപത്തിലോ വഹിബത്തിന് ഒരു ഇഷ്ടദാനം എന്നുള്ള രൂപത്തിലോ വസീയത്തിന് ഒരു വസീയത്തായിട്ടോ കനിജിൻ ഒരു പക്ഷെ നിത്യമായിട്ടോ നമുക്ക് ദുനിയാവ് കിട്ടിയേക്കാം അധ്വാനം കൂടാതെ. അത് വൃത്തിഫാലി അസ്മാൻ അസ്ബാബില്ലാമ,
അല്ലെങ്കിൽ തന്റെ അധീനതയിലുള്ള സ്ഥലങ്ങൾക്കും മറ്റും കൃഷികൾക്കും ഒക്കെ വലിയ വില കൂടിയിട്ടും ഒരുപാട് നേട്ടത്തിലൂടെ തീരാം. അഷറാത്തുൽ ആഖിറ സാഹിബുൽ ഈമാൻ. എന്നാൽ പരലോകം കിട്ടണം അള്ളാഹുത്താല ഷർത്ത് വെക്കുന്നുണ്ട്. അതെന്താ? ഈമാനും വേണം, അധ്വാനവും വേണം. മുമ്മിനായിക്കൊണ്ട് അധ്വാനിക്കണം എന്നാണ്. ഈയുടെ അത് മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ തഖ്വയുള്ള ആൾക്കാർക്ക് മാത്രമായി അള്ളാഹുത്താല അത് പരിമിതപ്പെടുത്തി പറഞ്ഞല്ലോ. അതേപോലെ തന്നെ ജനൽ കലാം ചെയ്യും. കാരണം സംസാരം അവരെ കുറിച്ചാണ്. പിന്നെ അള്ളാഹ് പറയാണ് തന്റെ ദാനം അതെല്ലാവർക്കും വിശാലമായി കൊടുക്കും. മബ്ദൂൽ എന്ന മുൻഫഖ് ചെലവഴിക്കപ്പെടുന്നതാണ്. വിശാലമാണ് എല്ലാവർക്കും. ലൈസ ഫീ ഹളർ മിനല്ലാഹി തആല, അതിൽ അള്ളാഹു വിലക്കുന്നില്ല. ഒരു വിലക്കും അള്ളാഹിന്റെ ഭാഗത്തുനിന്നില്ല. ഫലിൽ മുശമ്മിർ തശ്മീറുഹു, അതിനുവേണ്ടി കച്ചകെട്ടി ഇറങ്ങിയവൻ കച്ചകെട്ടി ഒരുങ്ങി ഇറങ്ങട്ടെ. ഫലൽ മുഖസ്സിർ തഖ്സീറുഹു, ആ കച്ചകെട്ടി ഇറങ്ങിയതിന്റെ ഗുണം അവനുണ്ടാവും. വീഴ്ച വരുത്തിയാൽ ആ വീഴ്ച വരുത്തിയ ദോഷങ്ങളും അവനുണ്ടാവും. അപ്പൊ ഹിസാബിന വഴിമുണ്ട് ആഖർ. ഇനി ഇവിടെ ഹിസാബ് എന്നുള്ള വാക്കിന് വേറൊരു വ്യാഖ്യാനം പറയുന്നുണ്ട്. അപ്പോൾ ഇഹ്തിസാബ് തഖ്ദീർ, അതെന്താ വെച്ചാൽ പ്രതിഫലേച്ഛ എന്നുള്ള അർത്ഥമാണ്. മിൻജാനിബിൽ അബ്ദ്, ഒരു അബ്ദിന്റെ ഭാഗത്തുണ്ടാകേണ്ട പ്രതിഫലേച്ഛയോട് കൂടിയുള്ള കർമ്മമാണ് ഉദ്ദേശം. ഫയകൂൻ ബിമാന ഖൗലിഹി തആല മൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജൻ വയർസുഖു മിൻ ഹൈസു ലാ യഹ്തസിബ് എന്ന ആയത്തിന്റെ ഒരു അർത്ഥത്തിലേക്ക് അതിൽ വരികയാണ് എന്നർത്ഥം. ഖാൽ ഉസ്താദ് ഇമാം, ഉസ്താദ് പറഞ്ഞു മുഹമ്മദ്, ഇന്ന റിസ്ഖ ബിഗൈരി ഹിസാബിൻ വലാ സഈൻ ഫി ദുനിയ, ഈ ദുനിയാവിൽ വലിയ അധ്വാനം ഉണ്ടാവേണ്ടി വരാതെ എന്നാൽ പ്രത്യേകിച്ച് ഒരു കയ്യും കണക്കും ഇല്ലാത്ത രീതിയിലും അള്ളാഹു നിർലോഭം റിസ്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇന്നമ യസ്ഹു ബിന്നിസ്ബ ഇലൽ അഫ്റാദ്, അത് ശരിയാവുക ഇന്ന ആളുകൾക്കാണ്. അപ്പൊ ഇന്നൊക്കെ തറാ കസീറ മിനൽ അബ്റാർ, വളരെ പുണ്യവാന്മാരായ ആൾക്കാർ ധാരാളം പേര്, അവരെ നിങ്ങൾ കാണാം. കസീറ മിനൽ ഫുജ്ജാർ, അതേപോലെ തന്നെ അധർമ്മികളായ അധിക പേർ, അവരെയും കാണാം. അഗ്നിയ മൗസൂരീൻ മുതമത്തിൻ ഷാക്കിർ റിസ്ക്, സമ്പന്നരായി കാണാം. ഷാക്കിർ റിസ്കിന്റെ എല്ലാ ആസ്വാദനവും അവർ ആസ്വദിക്കുന്നത് കാണാം. കസീറ മിനൽ ഫരീഖൈൻ ഫുഖറാ മുഅ്സിരീൻ, എന്നാൽ ഈ രണ്ട് ഫരീഖുമാർ തന്നെയും അധിക പേരും ദരിദ്രരാണ്, ഞെരുക്കുള്ളവരാണ് എന്ന് പറയുന്നത്. മുത്തഖി യകുൻ ദായിമൻ അഹ്സന ഹാൽ, ഒരു മുത്തഖിയാണെങ്കിൽ എപ്പോഴും അവൻ അഹ്സന ഹാലിന്റെ ഉടമയായിരിക്കണം. അക്സർ ഇഹ്തിമാല മഹല്ല, മഹല്ല് കൊണ്ടും ഇഹ്തിമാൽ കൊണ്ടും വളരെ കസീറായിരിക്കണം. അപ്പൊ ഒരു ഫാജിർ വേദനിപ്പിക്കുന്ന പോലെ ഫഖർ അവനെ വേദനിപ്പിക്കുന്നു. അപ്പൊ യജിദ് ബിത്തഖ്വ മഖ്റജൻ, കാരണം തഖ്വ ഉണ്ടായാല് പോംവഴിയുണ്ട്, എല്ലാത്തിനും പുറത്ത് കിടക്കാൻ നമുക്ക് കാണും. മീൻ കുല്ലി നീക്കി എല്ലാ നീക്കിനും പുറത്ത് കിടക്കാൻ വഴിയുണ്ട്. ഇനി അള്ളാഹുവിന്റെ ഇനായത്ത് കിട്ടാൻ വേണ്ടി അവൻ റിസ്ക് മുഹ്തസിബല്ലാത്തത് കണ്ടെത്തിയെന്നും വരും. എന്നാൽ മറ്റ് സമുദായങ്ങളിൽ നിൽക്കുന്നുള്ള വ്യാഖ്യാനിക്കുന്നത് ഫൈനൽ ഉമ്മത്തല്ലെത്തി തറൗനഹ ഫഖീറത്തൻ ജലീലത്തൻ, കാരണം വളരെ നിന്ദ്യമായതും ദരിദ്രമായതും എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഈ ഉമ്മത്ത് ലാ യുംകിനു തകൂന മുത്തഖിയത്തൻ ലിഅസ്ബാബി നിഖമില്ലാഹി തആല വസഖത്ത്, ആ ഉമ്മത്തിന് അള്ളാഹുവിന്റെ കോപത്തിനിടയാക്കുന്ന സംഗതികൾക്കുള്ള കാരണങ്ങൾ ഏകോപിച്ച് പറയാൻ കഴിഞ്ഞുള്ളന്നില്ല. അല്ല വഹും മുസ്ലിമുൻ ഔ യഖൂലുന ഹാകദ ഖാല ശയൂഖുന يمكن أن تكون متقية لأسباب نقم الله وسخطه بالجري على سنن الحكيمة وشريعته العاجلة. അത് എന്തായിരിക്കാം? അള്ളാഹുവിന്റെ ശിക്ഷക്കുള്ള കാരണങ്ങൾക്ക് മുത്തഖിയത്ത്, അതിനെ തടുക്കാൻ മതിയായതായിരിക്കാം. വസഖത്തി, അള്ളാഹുവിന്റെ കോപത്തെയും തടുക്കാൻ മതിയായതായിരിക്കാം. ബിൽ ജറി അല സുനനിൽ ഹക്കീമ വശരീഅത്തിൽ ആജില, അതെങ്ങനെ? അള്ളാഹുവിന്റെ ഹിക്മത്തോടു കൂടിയ സുന്നത്തുകളിലൂടെ ചരിക്കുക, അള്ളാഹുവിന്റെ നീതിപൂർവമായ ശരീഅത്തിനെ അംഗീകരിച്ച് പോവുക, അതാണ് ശിക്ഷയെ തടുക്കാനുള്ള കാരണമാകും. വലം യകുൻ ഫീ സുന്നത്തില്ലാഹി തആല അൻ യർസുഖൽ ഉമ്മത്തൽ ഇസ്സ വസ്സർവ വൽ ഖുവ വസ്സൽത്ത, എന്നാൽ അള്ളാഹുവിന്റെ നടപടിക്രമത്തിൽ ഒരിക്കലും പെടുന്നില്ല ഒരു ഉമ്മത്തിന് അള്ളാഹു പ്രതാപം, സമ്പത്ത്, ശക്തി, അധികാരം എല്ലാം കൊടുക്കുക. പിന്നെ ഹൈസുല തഹ്തസിബുല, അവർ വിചാരിക്കാത്ത ആൾക്ക്
തലയിൽ കൂടെ ഇട്ട് കൊടുക്കുക ഉണ്ടാവില്ല. വല്ലാത്ത ആമൽ വല്ലാത്ത ദബ്ബിർ, ഒന്നും ജോലി ചെയ്യുന്നില്ല, ഒന്നും മാനേജ് ചെയ്യുന്നില്ല, ഒന്നും പിന്നെ ചെയ്യുന്നില്ല. അങ്ങനത്തെ ഒരു കൗമിന് അല്ല പൂവത്തും സൽത്തത്തും സർവത്തൊക്കെ പാടുന്ന കൊടുക്കുക ഒരിക്കലുമില്ല. ബൽ യുഅ്തിഹ അമലിഹ, പിന്നെ എങ്ങനെ കൊടുക്കുക? അമൽ ചെയ്താൽ അതിനനുസരിച്ച് കൊടുക്കും. വയസ്സുൽബുഹ ബി ജലലിഹ, ആ ഉമ്മത്ത് ജല്ലത്തായി പോയാൽ, ഇടറിപ്പോയാൽ അള്ളാഹു അത് കവർന്നെടുക്കും, ഇല്ലാതാക്കും. ഈ ഒരു ആശയം ഉസ്താദ് ഇമാം ഒന്നിലേറെ തവണ പറഞ്ഞിട്ടുണ്ട്. തഖദ്ദമ ഫി തഫ്സീർ, തഫ്സീറിന് മുമ്പ് വന്നിട്ടുണ്ട്. വഹുവ മുഅയ്യദുൻ ബി ആയാത്തിൽ കിതാബിൽ മുബയ്യന ലിസുനനില്ലാഹിൽ ആമ്മ, അള്ളാഹുവിന്റെ ആമത്തായ സുന്നത്തുകളെ വിശദീകരിക്കുന്ന കിതാബിൽ ആയത്തുകൾ കൊണ്ട് ഇത് പിന്നെ ശക്തിപ്പെട്ടിരിക്കുന്നു. അള്ളാഹു പറഞ്ഞു വത്തഖു ഫിത്നതൻ ലാ തുസീബന്ന അല്ലദീന ളലമു ഖാസ്സ, സൂറ അൻഫാൽ 25. അപ്പൊ നിങ്ങളുടെ വാൽമീകൾക്ക് മാത്രമായിട്ടല്ലാതെ എല്ലാവരെയും ബാധിക്കുന്ന ഫിത്നുണ്ട്, അത് നിങ്ങൾ സൂക്ഷിക്കണം. അപ്പൊ ഉമ്മത്തിന് അള്ളാഹുവിന്റെ പരീക്ഷണം വന്ന് ഇറങ്ങാനുള്ള സംഭവിക്കാനുള്ള കാരണമായിട്ട് വെച്ചത് ളുൽമാണ്. ളുൽമിലേക്ക് പോകുന്ന സമയത്ത് അള്ളാഹ് ശിക്ഷിക്കും. അപ്പോ പിന്നെ ളുൽമ് ചെയ്തവരെയും ശിക്ഷിക്കും, ളുൽമ് ചെയ്യാത്തവരെയും ശിക്ഷിക്കും. ഒരു സമുദായത്തിന് ഒന്നടങ്കം ശിക്ഷ വരുമ്പോൾ എല്ലാവരും പെടും. അങ്ങനെ ളുൽമി എന്താ? ളുൽമ എന്താ? തെർക്കു മുഖാമത്ത് ളുൽമി ഹത്താ യഫ്ശുവ, ളുൽമിനെ നേരിടാതിരിക്കുക, അത് പരക്കാൻ ഇട കൊടുക്കുക എന്നുള്ളത് ളുൽമ തന്നെയാണ്. വൈകുല്ല സുൽത്താൻ, ളുൽമിന് ആധിപത്യം ഉണ്ടാണ് വരെ നോക്കിക്കാനുള്ള ളുൽമാണ്. അല്ലെങ്കിൽ സുൽത്താൻ, എല്ലാ അധികാരം ഇല്ലാതാക്കുന്ന ഒന്നാണ് ഇതിന്റെ അധികാരം. അള്ള പറഞ്ഞല്ലോ വലാ തനാസഉ, നിങ്ങൾ പരസ്പരം ഛിദ്രിക്കരുത്. വതഫ്ശലു, അങ്ങനെ പരാജയപ്പെടും. വതദ്ഹബരിഹുക്കും, നിങ്ങളുടെ കാറ്റും പോകും. ഈ ഒരു നടപടിക്രമം അള്ളാഹ്ക്കുള്ളത് കൊണ്ട് അമറ, അള്ളാഹ് കൽപ്പിക്കുകയാണ് ഒരുങ്ങിയിരിക്കാൻ, അല്ലാഹുദിർത്താഫ, കഴിയുന്ന രൂപത്തിൽ ഒരുങ്ങിയിരിക്കണം എന്ന് പറയാം. എന്നുള്ള സൂറത്തുൽ അൻഫാലിന്റെ 6-ാമത്തെ ആയത്തോട് കാണും. ശക്തി എന്ന് പറയണമെങ്കിൽ പരസ്പരം തർക്കവും പുലർക്കവും ഉണ്ടായിരുന്നു. അത് ഉണ്ടായിക്കൊണ്ട് ശക്തി അതുണ്ടാവില്ല. ഭിന്നത, തഫറഖ്, അതൊന്നും ഉണ്ടാവില്ല. ഇതുകൊണ്ടാണ് അള്ളാഹു സിൽമിൽ നിങ്ങൾ പൂർണ്ണമായി കടന്നു വരൂ എന്ന് കൽപ്പിച്ചിരിക്കുന്നത്. മനഹനാലിക്കൽ ബൈനാത്തിൽ കാഫി, അതിനുവേണ്ടി വളരെ വ്യക്തമായ ബൈനാത്ത് അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട്. അംസാൽ, ഉദാഹരണങ്ങൾ പറഞ്ഞു തന്നു നമുക്ക്. താക്കീദിന് ശേഷം വീണ്ടും വീണ്ടും താക്കീതുകൾ അള്ളാഹു തആല നമുക്കായി തന്നിട്ടുണ്ട്. സുമ്മ ബയ്യനലന മനസ്സിൽ ഇഖ്തിലാഫിൽ ബശർ, പിന്നെ ചരിത്രത്തിൽ, മനുഷ്യ ചരിത്രത്തിൽ ഇഖ്തിലാഫ് എങ്ങനെ ഉണ്ടായി, അതിന് തുടക്കം എങ്ങനെയെന്ന് അള്ളാഹു വിശദീകരിക്കുകയാണ്. ലിനക്കൂന അല ബസീറ, പറഞ്ഞിരുന്നത് ഒരു ചരിത്രം പറയാനല്ല, അതിന് നമ്മളൊരു ബസീറത്തിലും ഒരു അവബോധത്തിലും ഒരു അവധാനതയിലും ഒക്കെ എത്തിച്ചേരാൻ വേണ്ടിയാണ് അള്ളാഹു അത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സമയം കഴിഞ്ഞുകൊണ്ടാണ് നിർത്താം. 9:48